സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തൻ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തൻ കണ്ണുനീർ തുടച്ചല്ലോ നീ. പാപിയായി ഞാൻ ജീവിച്ചപ്പോ പാത തെറ്റിയോടിയപ്പോ, പാപിയായി ഞാൻ ജീവിച്ചപ്പോ പാത തെറ്റിയോടിയപ്പോ, പാലകൻ നീ തേടി പാതകനടിയായി പാവനമാർഗേ ചെന്നല്ലോ. പാലകൻ നീ തേടി പാതകനടിയായി പാവനമാർഗേ ചെന്നല്ലോ. യേശുവേ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തൻ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തൻ കണ്ണുനീർ തുടച്ചല്ലോ നീ. വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ, വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ, വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർത്തു ആശയാൽ ഞാൻ കാത്തിടുന്നേ. വന്നു നിൻ മഹിമയിൽ രാജ്യമതിൽ ചേർത്തു ആശയാൽ ഞാൻ കാത്തിടുന്നേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തൻ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തൻ കണ്ണുനീർ തുടച്ചല്ലോ നീ. ദൈവമായ കർത്താവേ, മനോഹരമായ രാത്രി സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 2016 ആദ്യത്തെ ആഴ്ച അവസാനിക്കുന്നു. എത്ര വേഗം ഈ ദിവസങ്ങൾ കടന്നുപോയി എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വളരെ വേഗം ഞങ്ങളുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്നത്തെ സുവിശേഷ യോഗത്തിനായി സ്തോത്രം. ഇന്നത്തെ യോഗത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. പന്തലിനുള്ളിലിരുന്നും ഭവനങ്ങളിലിരുന്നൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടല്ലോ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികളായ ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നീ അവർക്ക് അത്ഭുതകരമായ വിടുതൽ നൽകണമേ. ഏതെങ്കിലും മനോഭാരത്തോടെയോ നിരാശയോടെയോ ഭയത്തോടെയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ കർത്താവേ, ഈ രാത്രി വിടുതലിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും രാത്രിയാക്കി കൊടുക്കണമേ. ബലഹീനാടിയനെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. അല്പം താമസിച്ചാണെങ്കിലും എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട നവവത്സരം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചില കാര്യങ്ങളിൽ നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഈ വർഷം ഞാൻ ആദ്യമായിട്ടാണ് ഓലമേഞ്ഞ പന്തലിൽ പ്രസംഗിക്കുന്നത്. പഴയ ഓർമ്മകൾ നമുക്ക് തരത്തക്കവണ്ണം വളരെ ഭംഗിയായ രീതിയിൽ ഓലപ്പന്തൽ ക്രമീകരിച്ചിരിക്കുന്നു. ഗായക സംഘം ഫുൾ സ്വിംഗിൽ പാടുന്നു. സാധാരണ കൺവെൻഷനൊക്കെ വരുമ്പോൾ 2-3 പേരൊക്കെ പാടാൻ വരത്തുള്ളൂ. ഗായക സംഘം ഞായറാഴ്ചത്തേക്ക് മാത്രമുള്ളതാണ് എന്നാണ് പലരുടെയും ചിന്ത. അതുപോലെ ഇത്രയും കുഞ്ഞുങ്ങളും യുവാക്കളും ഈ യോഗത്തിൽ സംബന്ധിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതോർ ദൈവത്തെ സ്തുതിക്കുകയും ബഹുമാനപ്പെട്ട അച്ഛനെയും നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് സമാപന രാത്രിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് മുഖാന്തരമാകണം. രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നതിനല്ല. ഓരോ ദിവസവും നാം രക്ഷിക്കപ്പെടണം. ഓരോ നിമിഷവും രക്ഷിക്കപ്പെടണം. നമ്മുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ യാഗമായി വീണ്ടും വീണ്ടും സമർപ്പിക്കണം. ഒരിക്കലൊരു കൺവെൻഷന്റെ സമാപന രാത്രിയിൽ ആ ദിവസങ്ങളിൽ വചനം പ്രസംഗിച്ചതായ പ്രസംഗകൻ പള്ളിയുടെ സൈഡ് റൂമിൽ ഇരിക്കുമ്പോൾ, കൺവെൻഷൻ കഴിഞ്ഞു, എല്ലാം സമാപിച്ചു, സൈഡ് റൂമിൽ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രസംഗം കേട്ടതായ ഒരുപറ്റം വിശ്വാസികൾ അദ്ദേഹത്തെ സന്ദർശിച്ചിട്ട് പറഞ്ഞു, സാറേ, ഈ വർഷത്തെ കൺവെൻഷൻ വളരെ അനുഗ്രഹകരമായിരുന്നു, വളരെ നല്ല പ്രസംഗങ്ങളായിരുന്നു, ആകപ്പാടെ ഒരു ആത്മീയ അന്തരീക്ഷമുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ടു, ഞങ്ങളെല്ലാവരും രക്ഷയുടെ അനുഭവത്തിലാണ്. ഞായറാഴ്ചയാണുള്ള യോഗം തീരുന്നത്.
ഞങ്ങളെല്ലാവരും ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലാണ്, രക്ഷയുടെ അനുഭവത്തിലാണ്. പക്ഷെ നാളെ തിങ്കളാഴ്ചയാകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ അങ്ങ് മറന്നുപോകും. പള്ളിയിൽ തന്നെ അങ്ങ് ഇരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലോട്ടൊക്കെ ഇടപെടുമ്പോൾ ഞങ്ങൾ അങ്ങ് മറന്നു പോവുകയാണ്. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, മാനസാന്തരപ്പെട്ടതാണ്. അതുകൊണ്ട് അത് മറക്കാതെ ഇരിക്കാനുള്ള എളുപ്പമാർഗം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അതായത് രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാനുള്ള എളുപ്പം ഉപദേശം ഗുളിക രൂപത്തിൽ ഞങ്ങൾക്ക് തരണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ 3-4 ദിവസമായിട്ട് എനിക്ക് അറിയാവുന്നതൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം ഞാൻ എന്താ പറഞ്ഞു തരുന്നത്. എന്നാലും അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നതുകൊണ്ട് ആ വിശ്വാസികൾക്ക് അദ്ദേഹം ഒരു സന്ദേശം കൊടുത്തു. ഞാനൊരു പുതുവത്സര സന്ദേശമായി നിങ്ങളെ ഓർപ്പിക്കുകയാണ്. യുദ്ധത്തിന് പുറപ്പെടുന്ന നാവികസേനയ്ക്ക് അതിൻ്റെ സുപ്രീം കമാൻഡർ കൊടുക്കുന്ന മെസ്സേജാണ്. യുദ്ധം പ്രഖ്യാപിച്ച് നാവികസേന പോവുകയാണ്. അപ്പോൾ സുപ്രീം കമാൻഡർ പറയുന്ന 4 കാര്യങ്ങൾ. ഒന്ന്, അതിബൃഹത്തായ യുദ്ധക്കപ്പലിലാണ് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത്. 1000കണക്കിന് സഹപടയാളികൾ നിങ്ങളുടെ കപ്പലിലുണ്ട്. ആധുനികങ്ങളായ എല്ലാ യുദ്ധ സാമഗ്രികളുമുണ്ട്. പക്ഷേ അന്തർവാഹിനിയിൽ വന്ന് നിങ്ങളെ തകർക്കുവാൻ കെൽപ്പുള്ള ശത്രുക്കൾ അവിടെ എവിടെയായി ഉണ്ടായിരിക്കും എന്നോർത്തുകൊള്ളണം. ശത്രുവിനെ മറന്നു പോകരുത്. ശത്രുക്കളെ കുറിച്ചുള്ള ഓർമ്മ വേണം. 2, കപ്പലുകളെല്ലാം കേടുപോക്കിയതായിരിക്കണം. റിപ്പയറിങ് കഴിഞ്ഞ കപ്പലുകൾ മാത്രമേ യുദ്ധത്തിൽ പങ്കെടുക്കാവുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ കേടായി കിടന്നാൽ അത് വിജയത്തെ ബാധിക്കും. കപ്പലുകൾ റിപ്പയറിങ് നടത്തിയതേ പങ്കെടുക്കാവുള്ളൂ. 3, കപ്പലുകളൊന്നും ഒറ്റ തിരിഞ്ഞു പോകരുത്. പിന്നെ കൂട്ടം കൂട്ടമായിട്ട് പോകണം. ഒറ്റ തിരിഞ്ഞാൽ പരാജയപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കപ്പലുകൾ കൂട്ടം കൂട്ടമായിട്ട് പോകണം. 4, എല്ലാ കപ്പലിനും കമാൻഡർ ഉണ്ടെങ്കിലും സുപ്രീം കമാൻഡറിന്റെ ആജ്ഞ അനുസരിക്കാൻ എല്ലാവരും തയ്യാറായിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ച ചോദ്യം സാറിന് പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. സാറ് പറഞ്ഞ ഉത്തരം ഞങ്ങൾക്ക് ഒട്ടും പിടികിട്ടിയില്ല. ഞങ്ങൾ ചോദിച്ചത് എന്താണ്? വിശ്വാസ ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാനുള്ള എളുപ്പമാർഗമാണ് ഞങ്ങൾ ചോദിച്ചത്. പക്ഷെ സാർ ഞങ്ങളോട് പറഞ്ഞ യുദ്ധവും കപ്പലും വെടിയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു, പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം ഇറങ്ങിയിരിക്കുന്ന ഒരു യുദ്ധക്കളത്തിലേക്കാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്നേ ഉള്ളൂ. സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനയോട് അനുദിനം പോരാടേണ്ടവരാണ് നമ്മൾ. പുന്തലയും വെൺമണിയിലും ഒക്കെ താമസിക്കുമ്പോൾ നമുക്ക് ആരാണ് ശത്രുക്കൾ? നമ്മൾ സുരക്ഷിതരാണെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നവരൊന്നുമല്ല നമ്മുടെ ശത്രുക്കൾ. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും വീഴിക്കേണ്ടതിന് തന്ത്രങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന ശത്രുവിനെ കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടായിരിക്കണം. അത് മറന്നുപോയാൽ വീണു പോകും. അനേകർ പട്ടുപോയിട്ടുള്ള ഒരു പോർക്കളത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത് എന്നോർത്തണം. ശത്രുവിനെ കുറിച്ചുള്ള ഓർമ്മ. 2, കപ്പലുകൾ കേടുപോക്കണം. എന്തിനാണ് മനോഹരമായി പള്ളിയുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു പന്തലിട്ട് കൺവെൻഷൻ? ഈ സുവിശേഷ യോഗം ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കേടുപാടുകൾ മനസ്സിലാക്കി അത് റിപ്പയറിങ് നടത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ പുന്തലപ്പള്ളിയിൽ അല്പസ്വല്പം കേടുപാടുള്ളവരെ വന്നിട്ടുള്ളൂ. യോഗ്യന്മാരാരും വന്നിട്ടില്ല. പരിശുദ്ധന്മാരെല്ലാം വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഞങ്ങൾക്ക് ഇനി റിപ്പയറിങ്ങിന്റെയും കാര്യമില്ല എന്നുള്ള മട്ടിലിരിക്കുന്നവരുണ്ട്. അല്പസ്വല്പം പാപബോധമുള്ളവരും എനിക്ക് കുറെ കൂടെ നവീകരണം ആവശ്യമാണ്, മാനസാന്തരം ആവശ്യമാണ് ചിന്തിക്കുന്നവരുമാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്, നമ്മളെ റിപ്പയറിങ് നടത്തുന്നത്. കണ്ണാടി കാണുമ്പോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ദൈവത്തിനൊരു കണ്ണാടിയാണ്. എന്ത് കണ്ണാടിയാണ്? മുഖത്ത് വെക്കുന്ന ലെൻസല്ല കണ്ണാടി. അത് മുഖത്ത് നമ്മൾ കണ്ണാടി വെക്കുന്നതിന് മറ്റുള്ളവരെ കാണുന്നതിനാണ്, മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ മുഖത്ത് കണ്ണാടി വെക്കുന്നത്. ആ കണ്ണാടിയല്ല ദൈവവചനം. ഇത് മുഖം നോക്കുന്ന കണ്ണാടിയാണ്, മിററാണ്. നമ്മളെ തന്നെ ശരിക്ക് കാണുന്നതാണ് ദൈവത്തിന്റെ വചനം. മാർത്തോമാ സഭ നവീകരിക്കപ്പെട്ടപ്പോൾ, മലങ്കര സഭ നവീകരിക്കപ്പെട്ടപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. 3 ഫുൾ പള്ളികളും 5 സ്ഥലത്ത് അരപ്പള്ളികളുമേ കിട്ടിയുള്ളൂ. മാരാമൺ, കോഴഞ്ചേരി, കൊട്ടാരക്കര 3 പള്ളികളും, പിന്നെ അവിടെ ചെങ്ങന്നൂർ ഉൾപ്പെടെ ചെങ്ങന്നൂർ, കൂർത്തമല, തലവടി, മല്ലപ്പള്ളി, തേവലക്കര, ഇങ്ങനെ 5 സ്ഥലത്ത് അരപ്പള്ളികളുമാണ് കിട്ടുക. അരപ്പള്ളികൾ എന്ന് പറഞ്ഞാൽ പകുതി അവകാശം. ഒരു ഞായറാഴ്ച നമ്മളാണെങ്കിൽ ഒരു ഞായറാഴ്ച മറ്റേ വിഭാഗം. അങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് കൊച്ചു കൊച്ച് കുടിലുകൾ വെച്ച് മാർത്തോമാ സഭ ആരാധന ആരംഭിച്ചു. പക്ഷേ കൊച്ചു കുടിലാണ് വെച്ചതെങ്കിലും ആ കുടിലിന്റെ മുന്നിൽ വലിയൊരു മുറ്റം നമ്മുടെ പിതാക്കന്മാർ ക്രമീകരിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്തിനാണ് ഈ ചെറിയ പള്ളിക്ക് വലിയ മുറ്റം? അപ്പോൾ അവർ പറഞ്ഞു, ഇത് വർഷം തോറും പന്തലിട്ട് സുവിശേഷ യോഗം നടത്തുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് സുവിശേഷ യോഗം നടത്തുന്നത്? ജനങ്ങൾക്ക് ദൈവവചനം കേൾക്കാൻ അവസരം കൊടുക്കുക. എന്തിനാണ് ദൈവവചനം കേൾക്കുന്നത്? ജനങ്ങൾ രൂപാന്തരപ്പെടണം. അങ്ങനെ ആറന്മുള സത്രക്കടവിൽ ഒരു പരം വിട്ട് തുടങ്ങിയ കൺവെൻഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സംഗമമായി മാറിയിരിക്കുന്ന മാരാമൺ കൺവെൻഷൻ. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് നമ്മുടെ റിപ്പയറിങ് നടക്കേണ്ടത്. വചനത്തിലൂടെ നാം റിപ്പയറിങ്. ആ റിപ്പയറിങ് കഴിയാത്ത വിശ്വാസികളാണ് സഭയുടെ ശത്രു.
മാർത്തോമാ സഭയുടെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ സഭയുടെ ശത്രു സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കുള്ളിലാണ്. സാക്ഷ്യമില്ലാതെ ജീവിക്കുന്ന, തുരുമ്പ് പിടിച്ചിരിക്കുന്ന, റിപ്പയറിംഗ് കഴിയാത്ത വിശ്വാസികളാണ് സഭയുടെ ശത്രു. മൂന്നാമത്, കപ്പലുകൾ കൂട്ടമായിട്ട് പോകണം. ഒറ്റ തിരിഞ്ഞാൽ പരാജയപ്പെടും. ക്രിസ്തീയ ജീവിത വിജയത്തിന് കൂട്ടായ്മ വേണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. സഫലം ഈ യാത്ര. ഈ ജീവിതയാത്ര സഫലമാകണമെങ്കിൽ അന്യോന്യം ഊന്നുവടികളായി നിൽക്കണം. ഭാരം പങ്കുവെക്കുന്ന കൂട്ടായ്മ സംഘങ്ങൾ ഉണ്ടാകണം. ഒറ്റയ്ക്ക് ആർക്കും വിശ്വാസിയായിരിക്കാൻ സാധിക്കത്തില്ല. ഒറ്റയ്ക്ക് ആർക്കും സ്വർഗത്തിൽ പോകാനായിട്ട് സാധിക്കില്ല. എൻ്റെ സഹവിശ്വാസികളോടുള്ള എൻ്റെ ബന്ധമാണ് എനിക്ക് സ്വർഗം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് കൂട്ടായ്മയിൽ വളരണം. 4, കപ്പലിന് കമാൻഡർ ഉണ്ടെങ്കിലും സുപ്രീം കമാൻഡർ. ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതം വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതെന്റെ വാക്കുകളല്ല. C.S. ലൂയിസ് എന്ന് പറയുന്ന മഹാനായ ക്രൈസ്തവ ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, അദ്ദേഹം പറഞ്ഞൊരു സന്ദേശം നിങ്ങളെ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് നമ്മൾ വേദവാക്യമായി വായിച്ചത് വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണല്ലോ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെ ഇനിയും വായിക്കണമെന്നില്ല, നമ്മൾ നോക്കിയിരുന്നാൽ മതി. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെ 3-ാം അധ്യായത്തിൽ പറയുന്നത് ഒരു മാർത്തോമാ സഭയെക്കുറിച്ചാണ്, മാർത്തോമാ ഇടവകയെക്കുറിച്ചാണ്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളത് വായിക്കേണ്ടത് പുന്തല മാർത്തോമാ ഇടവക്കാർക്ക് എഴുതുന്നത് എന്ന് വായിക്കണം. അങ്ങനെ വെട്ടിത്തിരുത്തണ്ട, അങ്ങനെ വായിച്ചാൽ മതി. നമ്മുടെ ഇടവക ദിനമാണല്ലോ നാളെ. നമ്മുടെ ഇടവകയെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സർദീസിലെ സഭ എന്നുള്ളത് മാറ്റി പുന്തല മാർത്തോമാ സഭയ്ക്ക് എഴുതുന്നത്. കാരണം പുന്തല മാർത്തോമാ ഇടവകയും സർദീസിലെ ഇടവകയും തമ്മിൽ വലിയ ബന്ധമാണ്. എന്താ ബന്ധം? എക്യുമെനിക്കൽ ബന്ധമൊന്നുമല്ല, പിന്നെന്താണ്? സ്വഭാവത്തിൽ ഒരേ ബന്ധമാണ്. എന്താ സ്വഭാവം എന്നറിയാമോ? സർദീസിലെ സഭയുടെ സ്വഭാവം, ഒരു കാലത്ത് സർദീസ് പട്ടണം ദാരിദ്ര്യത്തിലായിരുന്നപ്പോൾ സർദീസിലെ സഭ ആത്മീകമായി സമ്പന്നമായിരുന്നു. കാലക്രമത്തിൽ സർദീസ് പട്ടണം സാമ്പത്തികമായി വളരാൻ തുടങ്ങിയപ്പോൾ സർദീസിലെ സഭ ആത്മീകമായി തളരാൻ തുടങ്ങി. അങ്ങനെ ദേശത്തുണ്ടാകുന്ന സാമ്പത്തിക വളർച്ച ആദ്യം ബാധിക്കുന്നത് ആ പ്രദേശത്തെ വിശ്വാസ സമൂഹത്തെയാണെന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് സർദീസിലെ സഭ. നിങ്ങളുടെ ഇടവക എങ്ങനെ ഇരിക്കുന്നു? പണ്ടുണ്ടായിരുന്ന ആത്മീയ ചൈതന്യം, പണ്ടുണ്ടായിരുന്ന ആത്മീയ ഉണർവ് നമ്മുടെ ഇടവകയിലുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ കാരണം അന്വേഷിച്ച് എങ്ങും പോകണ്ട. ഭൗതികമായി നാം വളർന്നിരിക്കുന്നു. ഭൗതികമായ വളർച്ച ആത്മീകമായ തളർച്ചയ്ക്ക് കാരണമാകാമെന്നുള്ളതിന് നല്ല ഉദാഹരണമാണ് സർദീസിലെ സഭ. നമ്മളോ അതിന് വ്യത്യസ്തരല്ല. മാത്രമല്ല, ഈ പള്ളിയിൽ ഉണ്ടായിരുന്നവരൊക്കെ നമ്മുടെ പള്ളിയിലും ഉള്ളവരാണ്. 4 വിഭാഗക്കാർ കൂടുന്നതാണ് മാർത്തോമാ സഭയിലെ ഓരോ ഇടവകയും. പുന്തലയും അതാണ്, സർദീസും അതാണ്. എന്താണ്? 4 കൂട്ടരാണുള്ളൂ. ആരൊക്കെയാണ്? 1, ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവർ. എല്ലാ പള്ളിയിലെയും ഭൂരിപക്ഷം ആളുകൾ ആരാണ്? മരിച്ചവർ. മരിച്ചവരെന്ന് പറഞ്ഞാൽ സെമിത്തേരിയിൽ അടക്കം ചെയ്തവരുടെ കാര്യമല്ല. ശവസംസ്കാര രജിസ്റ്ററിൽ പേര് കയറിയിട്ടില്ല. ഇപ്പോഴും ഇടവക രജിസ്റ്ററിൽ പേരുണ്ട്. പക്ഷെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും യാതൊരു പ്രവർത്തനത്തിലും പങ്കെടുക്കാതെ, കൺവെൻഷനല്ല, ഇടവദിനമല്ല, എന്താ നടന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ ജീവച്ഛവങ്ങളായിരിക്കുന്ന മരണതുല്യരായി ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ എല്ലാ പള്ളിയിലും ഉണ്ട്, ഇവിടെയുണ്ട്. 1-ാമത്തെ കൂട്ടർ അതാണ്. മാർത്തോമാ സഭയിലെ, മാർത്തോമാ ഇടവകയിലെ പ്രധാന വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ മരിച്ചവരാണ്. 2-ാമത്തെ വിഭാഗം ആരാണ്? ചാകാറായ ശേഷിപ്പുകൾ. നമ്മൾ ചത്തിട്ടില്ല, ചത്തുകൊണ്ടിരിക്കുകയാണ്, താമസിക്കാതെ ചാകും, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്, ഓക്സിജൻ കൊടുത്തിട്ടേക്കാണ്, സിലിണ്ടർ മാറ്റിയാൽ അപ്പോഴേ തട്ടിപ്പോകും, അങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു വിഭാഗമാണ്. ചാകുന്നതാണ് നല്ല, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ വന്ന് സിലിണ്ടർ വന്ന് നിറയ്ക്കും. എന്നാ നിറയ്ക്കുന്നത്? ദുഃഖവെള്ളിയാഴ്ച വന്ന് നിറച്ചു, നീ നാളെ ഇടവകദിനമുണ്ട്, ഊണുണ്ടെങ്കിൽ അന്ന് വന്ന് നിറയ്ക്കും. അങ്ങനെ വല്ലപ്പോഴും പള്ളി സന്ദർശിച്ച് സിലിണ്ടർ നിറച്ചുകൊണ്ടിരിക്കുന്ന ചാകാറായവൻ. അതാണ് 2-ാമത്തെ ഗ്രൂപ്പ്. 3-ാമത്തെ ഗ്രൂപ്പ് ആരാണ്? ഉറങ്ങുന്നവനെ ഉണർന്നുകൊള്ളുക. എല്ലാ പള്ളിയിലെയും പ്രബല വിഭാഗമാണ് ഉറങ്ങുന്നവർ. ആരാ ഉറങ്ങുന്നവർ? ഉറങ്ങുന്നവരെന്ന് പറയുമ്പോൾ പള്ളിയിൽ വന്നിരുന്ന് ഉറങ്ങുന്നവരെന്നുള്ള അർത്ഥത്തിലല്ല. പള്ളിയിൽ വരുന്ന ഉറങ്ങുന്നവരെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ചെറിയ എനിക്കിപ്പോഴേ ഇഷ്ടപ്പെട്ടു തുടങ്ങി.
കാരണം പള്ളി കയറി പിന്നെ എന്തിനാ പള്ളി? ഉറങ്ങാനുള്ളതാണ്. പള്ളി ദൈവമൊക്കെ വിശ്രമിക്കാനുള്ളതല്ല. വീട്ടിലും ഉറക്കം കിട്ടത്തില്ല. പട്ടിയുടെ കൊര, ഒട്ടുപാലന്റെ മണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇവിടെ ഒന്നുമില്ലല്ലോ. പള്ളിയിൽ ഉറങ്ങിക്കോണം. അതിന്റെ കാര്യം മാർത്തോമാസഭ ഉറങ്ങാൻ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചാരുബെഞ്ചിടണമെന്ന് നിർബന്ധം. നമ്മുടെ ഏതോ ബുദ്ധിയുള്ള മെത്രാപ്പോലിത്താമാര് കൽപ്പന മൂലം ബെഞ്ചിടണമെന്ന് നിർബന്ധമില്ല. ഇടുകയാണെങ്കിൽ അത് ചാരുബെഞ്ച. അല്ല യൂത്തിക്കോസിന്റെ കൂട്ട് ഒത്തിരി എണ്ണം പെടലി ഒടിഞ്ഞ് ചാടും. അതല്ല, നമ്മളെ ബാധിച്ചിരിക്കുന്ന ചില ഉറക്കങ്ങളുണ്ട്. ഈ ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? കണ്ടാൽ മരിച്ചവന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രശംസാ വാചകം എന്താണ്? അച്ഛാ ഉറങ്ങിക്കിടക്കുക എന്നേ തോന്നുന്നുള്ളൂ. അച്ഛാ മരിച്ചവന് കൊടുക്കാവുന്ന ഏറ്റവും അവസാനത്തെ പ്രശംസാ വാചകമാണ് അച്ഛാ ഉറങ്ങിക്കിടക്കുക എന്നേ തോന്നുന്നുള്ളൂ. അച്ഛാ അപ്പൊ ഈ ഉറങ്ങുന്നവനും മരിച്ചവനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. 3 കൂട്ടരുടെ കാര്യം ഞാൻ പറഞ്ഞു. ആരൊക്കെയാണ്? മരിച്ചവർ, മരിക്കാറായവർ, ഉറങ്ങുന്നവർ. നിങ്ങളുടെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പിടികെട്ടിയ അച്ഛൻ ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പള്ളി മരിച്ചവര് തോമാച്ചനും ലീലാമ്മയൊക്കെയാണ്. ഉറങ്ങുന്നവർ കുഞ്ഞുമോനും ലില്ലിക്കുട്ടിയൊക്കെയാണ്. മരിച്ചവർ പിന്നെ മരിക്കാറായവര് കീവറച്ചനും ചാക്കോച്ചനും ഒക്കെയാണ്. ഞങ്ങളുടെ കാര്യം എന്താ അച്ഛൻ പറയാത്തത്? ഞങ്ങൾ ഈ പള്ളിയിലുള്ളതല്ലേ? നിങ്ങളുടെ കാര്യം അതിൻ്റെ അകത്തുണ്ട്. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, അതാണ് 4ാമത്തെ ഗ്രൂപ്പ്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർദീസിലുണ്ട്, കുറെ പേർ നിനക്ക് വെൺമണിയിലുണ്ട്, കുറെ പേർ നിനക്ക് പുന്തലയിലുണ്ട്, ഭാര്യാപുരത്തുണ്ട്, എല്ലായിടത്തുണ്ട് കുറെ പേർ. അപ്പോൾ ഈ 4 കൂട്ടർ കൂടുന്നതാണ് ഒരു മാർത്തോമാ സഭ. അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന, അടുത്തും അകലെയും ഇരുന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരിൽ ഈ 4 കൂട്ടരിൽ പെട്ടതേ ഉള്ളൂ. നമുക്കറിയാം ഇന്നാർ ഏത് ഗ്രൂപ്പാന്നൊക്കെ മനസ്സിലായി. നീ ഏത് ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്നു എന്നാണ് ഓർക്കേണ്ടത്. അതുകൊണ്ട് ഈ മരിച്ചവരിൽ നിന്നും മരിക്കാറായവരിൽ നിന്നും ഉറങ്ങുന്നവരിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് ജീവിതം വിശുദ്ധിയോടെ കാസൂക്ഷിക്കുന്ന, കർത്താവിന്റെ വരവിന് വേണ്ടി ജീവിതം വിശുദ്ധിയോടെ കാസൂക്ഷിക്കുന്ന കുറെ പേർ, അവരുടെ എണ്ണം അധികമാകണം, അവരുടെ എണ്ണം വർദ്ധിക്കണം. അതാണ് സഭയുടെ ഉണർവെന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യോഗം നടത്തുന്നത്. ജീവിതം വിശുദ്ധിയോടെ അവർ ഇവിടെ പറയുന്നത് എന്താ? അവരുടെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളകയില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞ് ചെവിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സർദീസിന് കത്തെഴുതിയോണ്ട് പുന്തലക്കാരെന്താ വേണമെന്ന് വിചാരിക്കരുത്. ചെവിയുള്ള എല്ലാവരും ഇത് കേൾക്കണം. 1ാമത്തെ ഗ്രൂപ്പാണ് മരിച്ചവർ. ആരാണ് മരിച്ചവർ? യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 9-ാമത്തെ വാക്യം. യെഹെസ്കേൽ 37:9. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. നിഹതന്മാരെന്ന് പറഞ്ഞാൽ മരിച്ചവരെന്ന. ശ്വാസം, പരിശുദ്ധ റൂഹ. ഈ യെഹെസ്കേൽ പ്രവചനത്തിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാബിലോണ്യ പ്രവാസമാണ് ഇതിന്റെ പശ്ചാത്തലം. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ കാലഘട്ടമാണ് ബാബേൽ പ്രവാസം. ഇസ്രായേൽ ചരിത്രത്തിൽ പ്രധാനമായും 2 പ്രവാസങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊച്ചു കൊച്ചു പ്രവാസങ്ങൾ മറ്റുണ്ടെങ്കിലും പ്രധാനമായ 2 ഒന്ന് മിസ്രൈമ്യ പ്രവാസവും, 2ാമത്തേത് ബാബിലോണ്യ പ്രവാസവും. മിസ്രൈമ്യ പ്രവാസത്തിൽ അവരൊരു ജനത ഒന്നടങ്കം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ബാബേൽ പ്രവാസത്തിലാകട്ടെ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെ മാത്രമേ ബാബേൽ രാജാവ് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയുള്ളൂ. വാർദ്ധക്യത്തിലെത്തിയ വയോധികരായ മാതാപിതാക്കളെ സ്വന്തം നാട്ടിൽ ഉപേക്ഷിച്ചിട്ട് അധ്വാനിക്കാൻ കഴിവുള്ള ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെ രാജാവ് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയപ്പോൾ അവരൊരു വിരഹവേദന അനുഭവിച്ചു, വേർപാടിന്റെ വേദന അനുഭവിച്ചു. അവരെക്കുറിച്ചാണ് 137-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്ക് നമ്മൾ വായിക്കുന്നു. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളെ ബദ്ധരായി കൊണ്ടുവരെ യഹോവയുടെ ഗീതം പാടാൻ പറഞ്ഞു. ഞങ്ങളുടെ കിന്നരങ്ങളെ അടുത്ത് തന്നെ അലരവൃക്ഷങ്ങളിന്മേൽ തൂക്കിയിട്ടു. ഞങ്ങൾ എങ്ങനെയാണ് യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നു. അങ്ങനെ പാട്ടില്ലാതെ സംഗീതോപകരണങ്ങളൊക്കെ ഉപേക്ഷിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കുന്ന സമൂഹത്തെ വേദപുസ്തകം വിളിക്കുന്നത് മരിച്ചവരെന്നാണ്. അന്ന് പിടിച്ചു കെട്ടിക്കൊണ്ടുപോയ ചെറുപ്പക്കാർ ചിലരുടെ പേര് നമുക്കറിയാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേൽ. ഇവരൊക്കെ ആ ഗ്രൂപ്പിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നുള്ള പേര് അവരുടെ മാതാപിതാക്കളിട്ട പേരല്ല. പിന്നെ ആരിട്ടതാണ്? അന്യനാട്ടിൽ ചെന്നപ്പോൾ
ആ രാജാവിനെയോ അവിടുത്തെ ദേവന്മാരെയോ സ്തുതിക്കുന്ന പേരുകളിട്ട് പേര് മാറി. പേരെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഐഡന്റിറ്റിയാണ്, എൻ്റെ സ്വത്വമാണ് പേരെന്ന് പറഞ്ഞാൽ. പേര് മാറാൻ ആർക്കാണ് അവകാശം? അപ്പോൾ പേര് മാറി, നാള് മാറി, ഭക്ഷണ രീതി മാറി, സംസ്കാരം മാറി, ദൈവം മാറി, ആരാധനയില്ലാതെ ഒഴുക്കിന് അനുകൂലമായിട്ട് ജീവിക്കുന്നവനെ വേദപുസ്തകം വിളിക്കുന്നത് ചത്തവനെന്നാണ്. ജീവനുള്ള മത്സ്യങ്ങൾ എപ്പോഴും ഒഴുക്കിനെതിരെ തുടിച്ചു നിൽക്കും. ചത്ത മത്സ്യങ്ങളാണ് ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുന്നത്. പലപ്പോഴും നമ്മൾ സമൂഹത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നവരാണ്. സമൂഹത്തിന്റെ ഒഴുക്കിനെതിരെ തുടിച്ചു നിൽക്കാൻ നാം ശ്രമിക്കുന്നില്ല. അതാണ് എളുപ്പത്തിൽ ജീവിക്കാം. നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ഞായറാഴ്ച ആരാധന മുടക്കുന്നതിന് നമുക്ക് പ്രശ്നമുണ്ടോ? പരിശുദ്ധൻ 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 മാലാഖമാർ, കുറബേന്മാരും റാബേ മാലാഖമാരും ആർത്തുപാടി സ്തുതിക്കുന്നവനെ ഞങ്ങളും സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുന്തലപ്പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ നമ്മളെവിടെ ആയിരിക്കും? ചിലപ്പോൾ നമ്മൾ കല്യാണശാലയുടെ മുമ്പിൽ പോയി നിൽക്കുകയാണ്, ഇല്ലേ? വിവാഹ സദ്യാലയത്തിന് മുമ്പിൽ പോയി വായും പൊളിച്ചിരിക്കുകയാണ്. ഒരു ഊണിനു വേണ്ടി സത്യദൈവത്തെ ആരാധിക്കുന്ന ആരാധന കളയുന്നവൻ ചത്തവനാണ്. ഏത് ബന്ധം വെച്ചാണേലും ശരി, ഏത് ബന്ധം വെച്ചാണ് ദൈവത്തെ ആരാധിക്കുന്ന ആരാധന മുടക്കുന്നവൻ മരിച്ചവനാണ്. പേരും മാറി, നാളും മാറി, ഒഴുക്കിന് അനുകൂലമായിട്ട് ജീവിക്കുന്നവൻ ചത്തവനാണ്. ഏത് കാര്യത്തിനാണേലും ശരി, ദൈവാരാധന മറന്നൊരു കാര്യം എനിക്കില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിക്കണം. നമുക്കിതൊന്നും പ്രശ്നമല്ലല്ലോ, നമുക്കിതൊന്നും പ്രശ്നമല്ല. ആരാധന വല്ലപ്പോഴും ഒരിക്കൽ മതിയല്ലോ. പേരും മാറി, നാളും മാറി ജീവിക്കുകയാണ്. പേര് മാറി ചെയ്യുന്നത് വലിയ പ്രശ്നമാണോ? പേര് മാറുന്നത്. ഞാൻ അച്ഛനായിട്ട് ആദ്യം പോയത് പാറ്റ്നയിലാണ്. പാറ്റ്ന, ഈ ഇടവക്കാരുണ്ടായിരുന്നു പാറ്റ്നയിൽ, ജോർജ് ഫിലിപ്പും അലക്സാണ്ടറും ഒക്കെ. പാറ്റ്നയിൽ ഞാൻ താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എനിക്ക് വേറെ 4 കോൺഗ്രിഗേഷൻസിന്റെ ചുമതലയുണ്ടായിരുന്നു. ദർബംഗ, ബോധഗയ, ബറോണി, മുസഫർപൂർ, ഇങ്ങനെ 4 സ്ഥലങ്ങളിലൂടെ എനിക്ക് പോകണമായിരുന്നു. ദർബംഗ എന്ന് പറയുന്ന അങ്ങ് നോർത്ത് ബീഹാറിലാണ്. പാറ്റ്ന എന്ന് 200 കിലോമീറ്ററിലധികം ദൂരെയാണ് ദർബംഗ പട്ടണം, സിറ്റിയാണ്. അവിടെ 2 മാസത്തിലൊരിക്കലാണ് ഞാൻ പോകുന്നത്. അപ്പം നമുക്കവിടെ ഒരു CNI പള്ളി ആരാധനയ്ക്കായിട്ട് കിട്ടിയിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് 5 വീട്ടുകാരാണ് ഉണ്ടായിരുന്നത്. 5 വീട്ടുകാരും കുറേ മെഡിക്കൽ സ്റ്റുഡൻസും നേഴ്സിംഗ് സ്റ്റുഡൻസും ഒക്കെയാണ്. ഞാൻ തലേ ദിവസം ശനിയാഴ്ച പോയി അവിടെ താമസിക്കും. മല്ലപ്പള്ളി സ്വദേശിയായ ഈപ്പച്ചനുണ്ട്, റെയിൽവേയിലെ വലിയ ഉദ്യോഗം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ സണ്ണിയുമാണ് എന്നെ സൈക്കിൾ റിക്ഷയിൽ പള്ളിയിലോട്ട് പോകുന്നത്. രാവിലെ 7:30ക്കാണ് പള്ളി കിട്ടിയേക്കുന്നത്. ഞാൻ ഒരിക്കൽ സണ്ണിയുടെ കൂടെ സൈക്കിൾ റിക്ഷയിൽ അങ്ങോട്ട് പോവാണ് പള്ളിയിലോട്ട്. ദർബംഗ സിറ്റിയിലൂടെ പോവുകയാണ്. പോകുമ്പോൾ മുസ്ലിം സ്ട്രീറ്റിലൂടെ, മുസ്ലിം സഹോദരങ്ങൾ മാത്രം താമസിക്കുന്ന സ്ട്രീറ്റിലൂടെ, അവരങ്ങനെയാണല്ലോ, അവർ തന്നെയാണ് അവിടെ താമസിക്കുക. ആ ഏരിയ അവരുടെ ഏരിയ ആണെന്ന് എനിക്കറിയാം. അവർ താമസിക്കുന്നിടത്തോടെ റിക്ഷ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അച്ചോ എന്നൊരു വിളി കേട്ടു. അപ്പൊ ഇവിടെ ആരാണ്? ബീഹാറിലെ മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്നിടത്ത് ആരാ? എന്നെ അച്ചോ എന്ന് വിളിക്കാൻ ആരോ എന്നെ വിളിച്ചതായിരിക്കുമല്ലോ, ഹിന്ദിയോ ഒരു അച്ഛ എന്ന് പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ റിക്ഷക്കാരനോട് വിട്ടോളാൻ പറഞ്ഞു. റിക്ഷ ചവിട്ടിയുടെ പിന്നെ കേൾക്കാം അച്ചോ എന്നൊരു വിളി കേൾക്കാം. ഞാൻ നോക്കിയപ്പോൾ ഒരു പുള്ളി മതിൽക്കെട്ടിനകത്ത് നിൽക്കുകയാണ്, കയ്യും പൊക്കി. അച്ഛാ, ഞാനാ അച്ഛാ വിളിച്ചത്, ഞാനും ഒരു മാർത്താമ്മക്കാരനാ. അയ്യോ, ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം. ദൈവമേ, ഇങ്ങനെ ഒരു മാർത്താമ്മക്കാരൻ അവിടെ ഉണ്ടെന്ന് എനിക്കും അറിയത്തില്ല, ഈപ്പച്ചനും അറിയത്തില്ല, സണ്ണിക്കും അറിയത്തില്ല. അച്ഛാ, ഞാനും ഒരു മാർത്താമ്മക്കാരനാ. അച്ഛാ, ഇവിടുന്ന് കയറി പ്രാർത്ഥിച്ചേച്ച് പോകണം. എനിക്ക് ഭയങ്കര അത്ഭുതം. മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തി എന്താണെന്നറിയാമോ? ആ മതിലിൽ അദ്ദേഹത്തിന് ഗേറ്റിൻ്റെ അവിടെ എഴുതി വെച്ചേക്കുന്ന പേര് യൂസഫ് ഇബ്രാഹിം എന്നാണ്. അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം. യൂസഫ് ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു മർത്താമ്മക്കാരനുണ്ടോ? ഞാൻ അദ്ദേഹത്തിന് മുഖത്തോട്ട് നോക്കി, പേരയിലോട്ട് നോക്കി, പേരയിലോട്ട് മുഖത്തോട്ട് നോക്കി. അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി. വിളഞ്ഞ മർത്താമ്മക്കാരനാണ്, കുറിയന്നൂക്കാരനാണ്. ഭയങ്കര പേര് കാര്യം. അച്ഛാ, എൻ്റെ പേര് ജോസഫ് എബ്രഹാം എന്നാ. അച്ഛാ, അത് തന്നെയല്ലയോ യൂസഫ് ഇബ്രാഹിം. ഇവരുടെ ഇടയ്ക്ക് താമസിക്കും. ഞാനായിട്ട് എന്തിനാ ഒരു വഴക്കിന് പോകുന്നത്? സ്വോത്രകാഴ്ച ഇടണ്ട, മാസവരിയും കൊടുക്കണ്ട, വേന്ന് കയറി പ്രാർത്ഥിച്ചേച്ച് പോച്ച. ഇവനൊക്കെയാണ് ചത്തവൻ. അല്പസ്വല്പ ലാഭത്തിന് വേണ്ടി സാക്ഷ്യം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവനാണ് ചത്തവൻ. ഈ ചത്തവനെ എന്തോ ചെയ്യണമെന്നാണ് വേദപുസ്തകം പറയുന്നത്? പരിശുദ്ധാത്മാവേ നീ വീശണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ മരിച്ചവൻ ജീവിക്കുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ മരിച്ചവനുണ്ടെങ്കിൽ, മരിച്ച അവസ്ഥയിൽ ജീവിക്കുന്നവനുണ്ടെങ്കിൽ, ആരാധനയില്ലാതെ, ദൈവത്തെ മറന്ന്, പാട്ടില്ലാതെ സ്വന്തം വഴി നടക്കുന്നവനുണ്ടെങ്കിൽ, ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ജീവിക്കുന്നവനുണ്ടെങ്കിൽ, അവന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ റൂഹ പ്രവേശിക്കണം. ആരിലൂടെ പ്രവേശിക്കണം?
പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് സഭയിലാണ്. സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാണ്. തിരുമേനിമാരും അച്ഛന്മാരും അല്ല സഭ. ഞാനും നിങ്ങളും സഭയാണ്. സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ട വിശുദ്ധ മാമോദീസയാൽ മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ട ദൈവപൈതൽ സഭയാണ്, സഭയുടെ ഭാഗമാണ്. അവനിലൂടെ പരിശുദ്ധ റൂഹ പ്രവേശിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹകരായിരിക്കണം, വാഹകരല്ല. പരിശുദ്ധാത്മാവിൻ്റെ വാഹകരായിരിക്കാൻ പാടില്ല. വാഹകരെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വാഹകർ എന്ന് പറയുന്നത് കണ്ടെയ്നറാണ്, ചോറ്റുപാത്രം പോലെ. ഒരു പാത്രത്തിൽ പരിശുദ്ധ റൂഹായെ കൊണ്ട് നടക്കാനൊക്കത്തില്ല. നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന് വേണ്ടി പോകുന്നവരാണ് പലയിടത്തും. എൻ്റെ അച്ഛ അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ചു തരുന്ന കന്നാസിലെ വെള്ളം കൊണ്ട് വെച്ചാൽ പിന്നെ പാറ്റ പോലും വീട്ടിൽ കയറത്തില്ല അച്ഛ. അവിടുന്ന് പ്രാർത്ഥിച്ചു തരുന്ന തൂവാല വീട്ടിൽ കൊണ്ട വെച്ചാൽ പിന്നെ ഭാര്യ പ്രസവിക്കുന്നതൊക്കെ ആൺകൊച്ചുങ്ങളായിരിക്കും അച്ഛ. അവിടുന്ന് പ്രാർത്ഥിച്ചു തരുന്ന പേന പോക്കറ്റിലിട്ടാൽ A+ ഉറപ്പാച്ച. ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പേനായാലും തൂവാലയിലും കന്നാസിലും കയറ്റാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ വാഹകരല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവാഹകരായിരിക്കണം നമ്മൾ. നമ്മളിലൂടെ പരിശുദ്ധാത്മാവ് പ്രവഹിക്കണമെങ്കിൽ എന്തോ വേണം? ഇപ്പോൾ ഈ ലൈറ്റ് കത്തി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കറണ്ട് പ്രവഹിക്കുന്നത് കൊണ്ടാണ്. പള്ളിവാസലുമായിട്ടുള്ള ബന്ധമാണ് കറണ്ടിന്റെ ആ ബന്ധം നഷ്ടപ്പെടുമ്പോൾ ഡിം എന്ന് പറഞ്ഞങ്ങ് നിൽക്കും. നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ പരിശുദ്ധ റൂഹ പ്രവേശിക്കുകയുള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് റാന്നി ബി സെന്ററിന്റെ സെന്റർ മീറ്റിംഗിന് ഞാൻ ഒരിക്കൽ പോയി. ഒരു ചെറിയ പള്ളിയിൽ സന്നദ്ധ സംഘത്തിന്റെ സെന്റർ മീറ്റിംഗ് ആണ്. അപ്പോൾ പ്രസംഗം കഴിഞ്ഞപ്പോൾ സാക്ഷിയോഗം. പണ്ടൊക്കെ സാക്ഷിയോഗം ഉണ്ടല്ലോ, ഇപ്പോൾ ഉണ്ടോ? ഇപ്പൊ പലയിടത്തും സമയമില്ല അതിനൊന്നും. അപ്പോൾ ഒരു അമ്മച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞു, നല്ലതായിട്ട് സാക്ഷ്യം പറഞ്ഞു. അമ്മച്ചി സാക്ഷ്യം പറഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ അപ്പച്ചൻ വന്നു. അപ്പച്ചൻ സാദാ അപ്പച്ചനാണ്, അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെ വാ നേരെ പോ, ഒരു പച്ച മനുഷ്യൻ, ചുരുണ്ടുടുപ്പൊക്കെ ഇട്ടുണ്ടാണ് വന്നത്. അല്ലാതെ ഇന്ന വർഷം ഇത്രാന്തി കർത്താവിനെ സഹായിച്ച് രക്ഷിച്ച് ഞാൻ അന്നോട്ട് അവൻ്റെ അതൊന്നും പറയാൻ അപ്പച്ചൻ അറിയത്തില്ല. അപ്പച്ചൻ ഇങ്ങോട്ട് വന്നു, അച്ചോ ഇപ്പം സാക്ഷ്യം പറഞ്ഞ വേണ്ടി ഇവൾ എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭാര്യ ഇപ്പം സാക്ഷ്യം പറഞ്ഞു പോയത്. അദ്ദേഹം പറയാം, ഞാൻ 2-3 വർഷം മുമ്പ് വരെ ഒന്ന് വീശുമായിരുന്നു വൈകിട്ട്. വീശുമെന്ന് പറഞ്ഞാൽ മീൻ വീശുമെന്നല്ല, വീശുമായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വീശിയെന്ന്, എന്നാലേ എനിക്കൊരു ക്ഷീണമൊക്കെ മാറത്തുള്ളൂ. പക്ഷെ അത് അവക്കൊട്ടും ഇഷ്ടമല്ല. അവളാണെങ്കിലും എന്നും വൈകിട്ട് വേദോസം എടുത്തോണ്ട് അങ്ങ് പോവുകയാണ്. ഒരു ദിവസം ഞാൻ അടിച്ച് കൂസായി വീട്ടിൽ വരുമ്പോൾ ഭയങ്കര മഴയാണ്. ഇവള് വീട്ടിലില്ല, കൂട്ടായ്മയ്ക്ക് പോയേക്കുകയാണ്. 9:30 ഞാൻ കിടന്നങ്ങ് ഉറങ്ങി, കാരണം എനിക്കങ്ങ് ക്ഷീണം വന്ന് ഉറങ്ങിപ്പോയി. ഭയങ്കര മഴ പെയ്യുന്ന സമയമാണ്. ഞങ്ങൾ 2 വീട്ടിലുള്ളൂ. അവൾ വന്ന് കഥയിലൊക്കെ ഇടിക്കുകയോ ചെയ്തു. ഞാൻ കഥ ഇവിടെ കിടന്നോടി എന്ന് പറഞ്ഞൊക്കെ ആദ്യം പറയുകയോ ചെയ്തു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അതിഭയങ്കര മഴ. നേരം വെളുത്തപ്പോഴാണ് എനിക്ക് ബോധം വീണേ. ഇവളുണ്ടോ ചത്തോ എന്നറിയാൻ വേണ്ടി ഞാൻ കഥക് തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ആ കഥയിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇങ്ങനെ നനഞ്ഞുകൂടി ഇരിക്കുകയാണ് ഇവൾ. ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് പുകിലാണ്, ഇന്ന് എനിക്ക് സുഖമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവളൊന്നും പറയാതെ അകത്തോട്ട് പോയിട്ട് സാധാരണ തരുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ മധുരം കൂട്ടിയിട്ടൊരു കടുങ്കാപ്പി എനിക്കൊണ്ട് തന്നെന്ന്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് അച്ഛാ അന്ന് ഞാൻ അവിടെ മുമ്പേ മുട്ടുകുത്തി വന്നു, അന്ന് ഞാൻ ഈ പുസ്തകം എടുത്തതാന്ന് പറഞ്ഞു. വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല, വലിയ കാര്യങ്ങളൊന്നും ഉപദേശങ്ങളൊന്നും അവൾ പറഞ്ഞൊന്നുമില്ല. ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തിന്റെ ഭാഷയിൽ അവളോട് എന്നിലേക്ക് പ്രവഹിച്ചപ്പോൾ ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. നമ്മളിങ്ങനെ ഭർത്താക്കന്മാരെ നന്നാക്കാൻ ഓടി നടക്കുകയാണ്. അയാളെ നന്നാക്കാൻ എവിടെല്ലാം പോകും, പരിമലപ്പോന്ന്, അവിടെ പോന്ന്, പള്ളിയുടെ ചുറ്റും ഉരുളുന്നു, അമ്പലത്തിന് നേർച്ച നേരുന്നു, എണ്ണ നേരുന്നു, അങ്ങേരെ നന്നാക്കിയെടുക്കണം. അതിലൊക്കെ എന്ത് എളുപ്പമാണ്, നിങ്ങളങ്ങ് നന്നായപ്പോരെ. മറ്റുള്ളവരെ നന്നാക്കുന്നതിനെക്കാട്ടി വളരെ നല്ലത് നമ്മളങ്ങ് നന്നാകുന്നതാണ്. എളുപ്പം അതാണ്. അയാളെ നന്നാക്കിയേ അടങ്ങത്തുള്ളൂ, എളുപ്പമാണ്. നമ്മളുടെ ദൈവത്തിന്റെ ആത്മാ പ്രവഹിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും, ജീവൻ വെക്കും. ഇവിടെ നമ്മൾ വായിക്കുന്ന എന്താണ്? അപ്പോൾ പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനം അവിടെ ഉണ്ടാവുകയും ജീവനുള്ള ദേഹികളായി മാറി. ത്വക്കും മാംസവും വെച്ച് ഈ അസ്ഥികൂടങ്ങളുടെ താഴ്വര ജീവനുള്ള ദേഹികളായിട്ട് മാറി. ഒരിക്കൽ മലങ്കര സഭ ഇങ്ങനെ നശിച്ച് ഒരു തകർന്ന അവസ്ഥയിൽ, അനാചാരങ്ങൾ മൂലം മൂടിയ അവസ്ഥയിൽ ദൈവത്തിന്റെ ആത്മാവ് നവീകരണ ആത്മാവായിട്ട് വീശിയപ്പോൾ മലങ്കര സഭ ജീവൻ വെച്ചു. ആ സഭയുടെ അംഗമാണ് നമ്മൾ. എന്നാൽ ഇന്ന് വീണ്ടും നാം ചത്തു തുടങ്ങിയിരിക്കുന്നു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് പറഞ്ഞാൽ പാപികളെല്ലാം മരിക്കുമെന്ന് മാത്രമല്ല അർത്ഥം. പാപി ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാണ്. പാപി ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സിൻ ഈസ് ദ ഡെത്ത് ഓഫ് വിൽ പവർ. ഇച്ഛാശക്തിയുടെ മരണമാണ് പാപം. പാപിക്ക് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ ഒക്കത്തില്ല. അവൻ ആഗ്രഹിക്കുന്ന പറയാൻ സാധിക്കുന്നില്ല. പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും സാധിക്കുന്നില്ല.
പാപത്തിന്റെ വിളി ശ്രവിച്ചാൽ പിന്നെ മറ്റൊന്നും സ്വീകരിക്കാൻ സമയമില്ല. നമ്മുടെ ഇച്ഛാശക്തി നഷ്ടപ്പെടുകയാണ്. അരുതാത്തടത്തോട്ട് പോവുകയാണ്, അരുതാത്തത് പറയുകയാണ്, അരുതാത്ത രീതി ജീവിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. സിൻ ഇസ് ദ ഡെത്ത് ഓഫ് ഫീലിങ്സ്. വികാരങ്ങളുടെ മരണമാണ് പാപം. പാപിക്ക് നീതിബോധമില്ല, സൗന്ദര്യബോധമില്ല. അവന് കൊച്ചു കുഞ്ഞിനെ കണ്ടാൽ അവനെ വാത്സല്യത്തോടെ നോക്കാൻ സാധിക്കുന്നില്ല. ഫീലിങ്സ് നഷ്ടപ്പെടും, വികാരങ്ങൾ നഷ്ടപ്പെടും. ഞാൻ കൊല്ലാട് മാർത്താമ്മ ഇടവകയുടെ വികാരിയായിരുന്നു. കൊല്ലാട്, കോട്ടയത്ത് മലങ്കര സഭയിലെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പള്ളികളിലൊന്നാണ് കൊല്ലാട്. കാരണം ലോകത്തിൽ ആദ്യമായി മലയാളത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലിയത് കൊല്ലാട് മിഷൻ പള്ളിയിലാണ്. 1836 ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച, അതാണ് നവീകരണ ദിനം. ആദ്യമായി കൈതയിൽ ഗീവറീസ് മെൽപ്പാന്റെ നേതൃത്വത്തിൽ മലയാളത്തിൽ വിശുദ്ധ കുർബാന ചൊല്ലിയ സ്ഥലമാണ് കൊല്ലാട്. ചരിത്ര പ്രാധാന്യമുള്ള, മാരാമണ്ണ് പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ്. ആ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരു ഉയർന്ന സ്ഥലത്താണ്. അതിന്റെ താഴ്വരയിലാണ്, താഴ്വാരത്തിൽ റോഡ് സൈഡിലാണ് പാഴ്സണേജ്. ഞാനൊരിക്കൽ പാഴ്സണേജിൽ നിന്നും കാർ അങ്ങോട്ട് ഇറക്കിയപ്പോൾ ആ ഗേറ്റിന്റെ അടുത്തൊരു പട്ടി, ആ റോഡിൽ ചത്ത് കിടക്കുന്ന ഒരു പട്ടിക്കുട്ടി, വാലില്ലാത്തൊരു പട്ടിക്കുട്ടിയാണ്. നല്ല ഇനമാണ്, പക്ഷെ ചത്തുപോയി. ചത്താ പിന്നെ ആർക്കും വേണ്ടല്ലോ, ഉടമസ്ഥരില്ലല്ലോ ചത്താ പിന്നെ. ഞാൻ എവിടെയോ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. വൈകുന്നേരം ഞാൻ തിരിച്ചു വന്നപ്പോൾ ആരാണ്ട് ഈ പട്ടിക്കുട്ടിയെ എടുത്ത് കുറച്ചുകൂടെ പാഴ്സണേജിനെ അടുത്തോട്ടിട്ടു. കാരണം ചത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്മാരുടെ വകയാണല്ലോ എന്നുള്ള മട്ടിലായി. ആരും ഉടമസ്ഥര് വരുന്നില്ല, പിറ്റേ ദിവസമായിട്ടും വരുന്നില്ല, മുനിസിപ്പാലിറ്റിയും വരുന്നില്ല, പഞ്ചായത്തും വരുന്നില്ല. ആരെങ്കിലും കുഴിച്ചിടണമല്ലോ. അന്നേരം ഒരുത്തം വന്നേക്കാണ്, അച്ഛാ ഞാൻ കുഴിച്ചിടാച്ച അതിന് തുരുമ്പ് വെളിവില്ല. അവന് ഭർത്തമ്മക്കാരനല്ല, അതിൽ കൂടിയ പുള്ളിയാണ്. ബന്ധം പറഞ്ഞു വരുമ്പോൾ തോമാസ് ശ്ലീഹായുടെ അനുഗ്രഹനായിട്ട് വരും. അതുപോലെ വലിയ പുള്ളിയാണ്. ചായ ഉണ്ട് താനും തോമാസ് ശ്ലീഹായുടെ. അച്ഛാ ഞാൻ കുഴിച്ചിടാച്ച അതിന് 50 രൂപ തന്നാൽ മതി. ഞാൻ വിചാരിച്ചു വല്ലോൻ്റെയും പട്ടിക്ക് ഞാനിതിന് 50 രൂപ കൊടുക്കും. ഞാൻ മിണ്ടിയില്ല. കുറച്ച് എനിക്ക് 40 തന്നാൽ മതി, ഞാൻ കുഴിച്ചിടാം. അവന് മതിലേ കുരുത്ത ക്രിസ്ത്യാനിയാണ്. ആരെങ്കിലും കുഴിച്ചിടണമല്ലോ എന്ന് കരുതി ഞാൻ 40 രൂപയും തൂമ്പായും കൂടെ അവനെ ഏൽപ്പിച്ചു. ഇവൻ കുഴിച്ചിടാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ ഈ 50-കാരൻ പട്ടിക്കുട്ടിയും കെട്ടി പിടിച്ചുകൊണ്ട് റോഡിൻ്റെ നടക്കുകയാണ്. എൻ്റെ പട്ടിമോനെ നീ പോയോടാന്ന് ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഇവനൊക്കെ ചത്താൽ എന്ത് നല്ലതായിരുന്നു. ഇങ്ങനെ എത്ര എണ്ണം പുന്തലയിലുണ്ട്. മാർത്തമ്മ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. കർത്താവ് വരാത്ത താമസമുള്ളതെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആത്മസന്തോഷം കൊണ്ട് എവിടെ ആനന്ദിക്കാൻ. പാപി മരിച്ചവനാണ്. പാപത്തിന്റെ അന്ധതയിൽ മരിച്ച അവസ്ഥയിൽ ജീവിക്കുന്നവൻ. ഈ പാപിയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ അവിടെ ജീവൻ വെക്കും. ആ ജീവനാണ് ഉണ്ടാകേണ്ടത്. ഒരു പാപബോധം നമുക്കുണ്ടാകണം. ഞാൻ കഴിഞ്ഞ യുവജനസഖ്യത്തിന്റെ കൺവെൻഷൻ വന്നപ്പോൾ അതിനെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. പാപബോധം, മുടിയനായ പുത്രന് സുബോധം വന്നതിനെക്കുറിച്ചാണ്. എന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ വളരെ പരിചയമുള്ള ആൾ. ഞാൻ തന്നെ ഈ പള്ളി പല പ്രാവശ്യം വന്നിട്ട് എൻ്റെ അപ്പച്ചനും വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതുപോലെ പാപം മൂലം തകർന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. പാപമെന്ന് പറയുന്നത് സാത്താന്റെ ആയുധമാണ്. പാപം മൂലം തകർന്നടിഞ്ഞ് മണ്ണടിഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. തകർച്ചയുടെ നെല്ലിപ്പലകയിലെത്തിയ കുടുംബം. സാമ്പത്തികമായി എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. നായർ തറവാടാണ് ഞങ്ങളുടെ വീട്. കടമ്മനിട്ടയിലാണ് എൻ്റെ പിതാവിൻ്റെ വീട്. കടമ്മനിട്ട വഴുത്താനത്ത് കൃഷ്ണപിള്ള. എൻ്റെ അമ്മച്ചി ഇവിടെ കീക്കഴൂർ താനുവേലിൽ മുണ്ടപ്ലാക്കൽ ദേവകിയമ്മ. വളരെ ഉയർന്ന സാമ്പത്തിക സാമൂഹിക ചുറ്റുപാടുള്ള നായർ തറവാട്. പക്ഷേ എൻ്റെ പിതാവ് ഒരു അമിത മദ്യപാനിയായിരുന്നു. അമിത മദ്യപാനിയായിരുന്നുകൊണ്ട് എൻ്റെ അമ്മച്ചി എന്ന് നാമം ജപിക്കുന്ന ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ എന്നാണ്. ഈ നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ തിരുവെക്കുമ്പാഴ് ശിവശംഭോ നാമം ജപിച്ചിരുന്നു. കാരണം ഈ ലോകത്തിലൊരു നരകമുണ്ടെങ്കിൽ അത് മദ്യപാനിയുടെ വീടാണ്. ഈ ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ മദ്യപാനിയുടെ മക്കളാണ്. ഈ ലോകത്തിലെ ഗതികെട്ട സ്ത്രീകൾ മദ്യപാനിയുടെ ഭാര്യയാണ്. ഈ മദ്യപാനി എന്ന് പറഞ്ഞ് കുടിച്ചു വഴി കിടക്കുന്നവൻ മാത്രമല്ല, ക്ലബ്ബിൽ പോയി കുടിക്കുന്നവനും ക്ലബ്ബിൽ പോയി തുള്ളുന്നവനും ബാറിൽ പോയി കുടിക്കുന്നവനും ഒക്കെ മദ്യപാനിയാണ്. അവൻ്റെ എല്ലാം വീട് നരകമാണ്. ഈ ലോകത്തിൽ ഏതെങ്കിലും ജീവിക്ക് അതിൻ്റെ അപ്പനെ പേടിയുണ്ടെങ്കിൽ അത് മദ്യപാനിയുടെ മക്കൾക്കേ ഉള്ളൂ. വേറെ ഒരു ജീവിക്കും അതിൻ്റെ അപ്പനെ പേടിയില്ല. ഞാനൊരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചു. എഴുമറ്റൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് പരസ്യോഗമാണ്. മല്ലപ്പള്ളി സെന്ററുകാരുടെ പരസ്യോഗത്തിന് ഞാൻ പ്രസംഗിക്കാൻ പോയതാണ്. ഓണവാരവേല. എഴുമറ്റൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒറ്റ പ്രസംഗം വെച്ചു കൊടുത്തു 5 മണിക്ക്. ഞാൻ നോക്കിയ മർത്താമ സന്നദ്ധ സംഘക്കാർ ചുറ്റും നിൽക്കും. ഇവൻ എന്നെ പേടിക്കാനാണ്. ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ച് ലോകത്തിൽ അപ്പനെ പേടിയുള്ള ഏക ജീവി മദ്യപാനിയുടെ മക്കളാണ്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും കുടിക്കുന്നവരുണ്ടെങ്കിൽ ഇന്നൊന്ന് കുടിക്കാതെ പോയി നോക്കാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. നമ്മുടെ പുള്ളികളൊക്കെ അന്നും കുടിച്ചേച്ചു പോയി. കാരണം അച്ഛന്മാരിങ്ങനെയൊക്കെ പറയും. നല്ലൊരു ഹിന്ദു പാവം സഹോദരൻ, അദ്ദേഹം കൂലിപ്പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് പ്രസംഗം. എന്നാൽ കേട്ടേക്കാവുന്ന കേട്ടതാണ്. അദ്ദേഹം അന്ന് എന്നും കുടിച്ചേച്ചാണ് പോകുന്നത്. പക്ഷെ അന്ന് കുടിക്കാതെ പോയി. ഞാനൊരു അച്ഛൻ പറഞ്ഞാണല്ലോ ഇന്നൊന്ന് നോക്കുക തന്നെ.
അദ്ദേഹം സന്ധ്യ മയങ്ങി വരാനിരുട്ടിയ സമയത്താണ് വീട്ടിൽ ചെല്ലുന്നത്. എന്നും ചെല്ലുന്ന സമയത്താണ് ഇയാളെ കണ്ടുകൊണ്ട് പിള്ളേരിറങ്ങി ഓടുന്നു. ഇയാൾ എനിക്കെന്നെ ചിക്കൻ ബോക്സ് ഉണ്ട്, ഇവന്മാരെന്നെ കണ്ടുകൊണ്ട് ഓടാൻ. വീട്ടിലോട്ട് കയറിയ ഭാര്യ കുഞ്ഞു നിൽക്കുന്നു. ഇടി തുടങ്ങിക്കോ, എനിക്ക് വേറെ ജോലി ഉണ്ടെന്നുള്ള മട്ടിൽ. കാരണം എന്നും ഇതുള്ളതാണ്. കുടിച്ച് ബോധമില്ലാതെ പോകുമ്പോൾ അയാൾക്കൊരു പ്രശ്നമായിരുന്നല്ലോ. സുബോധത്തോടെ പോയപ്പോഴായിട്ട് ചങ്ക് പൊട്ടി. ദൈവമേ, ഭഗവാനെ, എൻ്റെ മക്കൾ എന്നെ പേടിക്കുന്നു, ഇതാണല്ലോ എൻ്റെ സ്ഥിതി എന്നോർത്ത് അയാൾ അന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ കുടിക്കുകയില്ല. കൃത്യം 60 ദിവസം കഴിഞ്ഞപ്പോൾ മല്ലപ്പള്ളി സെഹിയോൻ മാർത്താമപ്പള്ളിയുടെ പാഴ്സനെ ചോദിച്ചറിഞ്ഞു വന്നു. ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങോട്ട് പോകാൻ നിന്നപ്പോൾ ഈ മനുഷ്യൻ, അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, അറിയത്തില്ല. അച്ഛൻ ഓണത്തിന് പ്രസംഗിച്ചില്ലയോ അച്ഛാ, എഴുമറ്റൂരിൽ കുടിക്കാതെ പോകണം, അന്ന് തൊട്ട് കുടിക്കാതെ പോയ ആളാച്ചാ. ഇപ്പം 60 ദിവസം ഈ കാര്യം ഒന്ന് പറയാൻ വന്നതാണ് ഞാൻ. എന്തൊരു സന്തോഷമാണ്. അദ്ദേഹം വണ്ടിക്കൂലി മുടക്കി വന്നേക്കാണ്. ഞാൻ 2 മാസമായി കുടിച്ചില്ല എന്ന്. എന്തൊരു സന്തോഷമാണ്. കുടിയൻ്റെ വീട് നരകമാണ്. ഈ നരകം അനുഭവിച്ചതാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് എൻ്റെ അമ്മച്ചി നാമം ജപിച്ച് നരകത്തിൽ നിന്ന് എന്നെ കരകയറ്റണേ. എൻ്റെ അപ്പച്ചനും ഒത്തിരി ആഗ്രഹിച്ച് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് രക്ഷപ്പെടണം, പക്ഷെ സാധിക്കുന്നില്ല. കാരണം സാത്താൻ്റെ ബന്ധനം അത്ര വലുതാണ്. 14 വർഷം ശബരിമലയിൽ പോയി എൻ്റെ അപ്പച്ചൻ. 14 വർഷം. ഇപ്പം എൻ്റെ സീസണാണല്ലോ, അദ്ദേഹം പോകേണ്ടതാണ് സത്യത്തിൽ. പാപഹരി പാപഹര, ചെരിപ്പട പോയി അയ്യപ്പനെ തൊഴുതാൽ പാപഹരിക്കപ്പെട്ടവനായി മടങ്ങി വരാം. കഠിനമായ നോയമ്പ് നോറ്റ്, കഠിനമായ വ്രതം നോറ്റ് അദ്ദേഹം ശബരിമലയിൽ പോയി. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നീതിമാന്മാരെ രക്ഷിക്കുവാൻ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുവാൻ ദൈവങ്ങളുടെ മുൻപാകെ. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണപിള്ള എന്നായിരുന്നെങ്കിലും അദ്ദേഹത്തിന് 10-20 വയസ്സായപ്പോൾ നാട്ടുകാരെ പേരെന്ന് പരിഷ്കരിച്ച് KD കൃഷ്ണപിള്ള എന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്താണ് ദൈവം ഈ നീതിമാന്മാരെ തേടി വൻ ദൈവങ്ങളുടെ അടുത്ത് രക്ഷ? അദ്ദേഹം തിരിച്ചു വന്ന് നോമ്പ് നോറ്റതിൻ്റെ കേട് തീർത്ത് കുടിക്കാൻ തുടങ്ങി. അങ്ങനെ നാശത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നു. ഏറ്റവും സങ്കടകരമായ അവസ്ഥ, അദ്ദേഹത്തിന് ഇടത്തും വലത്തും നടന്ന് മദ്യപിച്ചിരുന്ന 2 ക്രിസ്ത്യാനികളാണ്. എല്ലായിടത്തും അങ്ങനെയാണ്, വാങ്ങിച്ചു കൊടുത്താൽ മതി, കുടിച്ച് സഹായിക്കും. ഒന്നൊരു മർത്താമാക്കാരൻ, ഒന്ന് വേറെ സഭക്കാരൻ. ഒരു ദിവസം കുടിച്ച് വയറ് നിറഞ്ഞപ്പോൾ മർത്താമാക്കാരൻ പറഞ്ഞു, പിള്ളേച്ച നമുക്കിനി ഒരു യോഗത്തിന് പോകാം. ചിലർക്ക് അങ്ങനെയാണ്, ഇത് അകത്തി എന്നാലാണ് യോഗത്തിന് പോകണം. എന്നിട്ട് വന്ന് പന്തലിൽ കയറാതെ പള്ളിയിൽ കയറാതെ അവിടെ ഇവിടെ നിൽക്കും, തലയും കുത്തി കിണറ്റി വീഴും, ചത്തുപോകും. അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ട്. അദ്ദേഹം വിളിച്ചുകൊണ്ട് പോയതാണ് റാന്നി ഉദിമൂട് ഒലുമല കൺവെൻഷൻ. തുരുമ്പ് വെളിവില്ലാതെ KD കൃഷ്ണപിള്ള തലയെക്കെട്ടും കെട്ടി എളിയിൽ 2 കടാരിയും തിരികി, ഇടത്തും വലത്ത് 2 ക്രിസ്ത്യാനി കൂട്ടുകാർ. പന്തലിൽ കയറാ തെങ്ങേച്ചാരി നിന്നു. പ്രസംഗിച്ചത് ആരാണെന്ന് അറിയത്തില്ല. പക്ഷേ ലൂക്കോസ് 19:10 ആസ്പദമാക്കി, കാണാതെ പോയതിനെ രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നു എന്നുള്ള വാക്യം ആസ്പദമാക്കി കാൽവറിയിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തെക്കുറിച്ച്, പാപിയെ തിരഞ്ഞു പിടിച്ച് സ്നേഹിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച ദൈവദാസൻ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ. പരിശുദ്ധാത്മാവ് ധൈര്യത്തിന്റെയും ശക്തിയുടെയും ആത്മാവാണ്. ദൈവാത്മാവിന്റെ നിറവിൽ പിന്നെ ആരെ പേടിക്കാനാണ്? തെങ്ങിച്ചാരി നിൽക്കുന്ന തലയെക്കെട്ടും കെട്ടി നിൽക്കുന്ന KD കൃഷ്ണയുടെ നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദര, യേശു നിന്നെയും സ്നേഹിക്കുന്നു. നിന്റെ തകർന്ന ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചാൽ നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. യേശു നിന്നെ സ്നേഹിക്കുന്നു. അതാ സുവിശേഷം. സഹോദര എന്ന് വിളിച്ചപ്പോൾ തന്നെ പകുതി മാനസാന്തരപ്പെട്ടു. കുടിച്ചു നിൽക്കുകയായിട്ടും സന്ധിമജ്ജകളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി. എന്നെ സ്നേഹിക്കുന്ന മദ്യപാനി, എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്ടായുസ ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കഠാരി 2 അന്ധകാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഒരു എടുത്തിയാട്ടം വെച്ചു കൊടുത്തു എൻ്റെ പിതാവ്. അദ്ദേഹത്തിന് ഇപ്പോൾ 94 വയസ്സ് കഴിഞ്ഞു. മെയ് മാസം 21 95 വയസ്സായി. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. എൻ്റെ അമ്മച്ചി മരിച്ചുപോയി. അന്ന് മുതൽ എൻ്റെ പിതാവ് യേശുവിനെ സ്വീകരിച്ച നാൾ മുതൽ ഞങ്ങളുടെ കുടുംബം നരകതുല്യമായ, ഞങ്ങളുടെ കുടുംബം സ്വർഗീയ ആനന്ദം അനുഭവിക്കുന്ന ഭവനമായി മാറി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ പിതാവിനെ രൂപാന്തരപ്പെടുത്തി, ഞങ്ങളുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി. ഞങ്ങളുടെ വീട്ടിൽ 2 തലമുറയിൽ 5 പേരുണ്ട് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രസംഗകർ. ഞങ്ങളുടെ അടുത്ത തലമുറ, ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷൻ അത് ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ മൂത്ത സിസ്റ്ററിൻ്റെ മകൻ നമ്മുടെ അച്ഛനാണ്. ഞങ്ങളുടെ മകൻ കഴിഞ്ഞ വർഷം നമ്മുടെ അച്ഛനെ ഇപ്പോൾ ബെൽഗാമി പ്രവർത്തിക്കുന്നു. 2ാമത്തെ മകനെ ഞങ്ങൾ അതിനു വേണ്ടി ഒരുക്കുന്നു. അവനിപ്പോൾ MA പഠിക്കണം. അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്ധകാര ദൈവം ഞങ്ങളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു. പാപത്തിന് നെല്ലിപ്പലകിൽ ആർന്നുപോയ തകർച്ചയുടെ നെല്ലിപ്പലകിൽ അമർന്ന ഞങ്ങളുടെ കുടുംബത്തെ ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ, നീ വീശണമേ, എൻ്റെ വീട്ടിലേക്ക് നീ വീശണമേ, എൻ്റെ പ്രിയപ്പെട്ടവനെ നീ രൂപാന്തരപ്പെടുത്തണമേ, എൻ്റെ കുഞ്ഞിനെ നീ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളിലൂടെ പരിശുദ്ധാത്മാവിലേക്ക് പ്രവഹിക്കുമ്പോൾ അത്ഭുതം നടക്കും. അവർ ജീവനുള്ളവരായി മാറും. വെണ്ണിക്കുളത്തൊരു പള്ളി, ഞാനത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കാണും. വെണ്ണിക്കുളത്തൊരു പള്ളി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്നെ വളരെ ഫീൽ ചെയ്തൊരു സാക്ഷ്യമാണത്.
സമാപന ദിവസം സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം വളരെ ടച്ചിങ് ആണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഞാൻ ഈ ഇടവക്കാരനാണ്, എനിക്ക് 35 വയസ്സുണ്ട്, ഞാനൊരു കൂലി വേലക്കാരനാണ്, ഓരോ ദിവസം പണിക്ക് വേല എനിക്ക് 250 രൂപ കിട്ടും. അന്നാണ്, വളരെ നാളെ മുമ്പ്. 250 രൂപ ആയിട്ട് ഞാനത് മുഴുവനും വീടിനടുത്തുള്ള ഷാപ്പിൽ കൊടുത്ത് കുടിച്ചിട്ടേ വീട്ടിലോട്ട് വരത്തുള്ളൂ. എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത കുഞ്ഞിന് 4 വയസ്സ്, ഇളയ കുഞ്ഞിന് 1.5 വയസ്സായതേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് ഭാര്യ ജോലിക്കൊന്നും പോകാറില്ല, ഞാനേ പോകാറുള്ളൂ. പക്ഷെ ഞാൻ പോയാൽ എനിക്ക് കിട്ടുന്ന പണം മുഴുവൻ കൊടുത്ത് കുടിച്ചിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. 1 പൈസ പോലും ഞാൻ വീട്ടിൽ കൊടുക്കത്തില്ല. പക്ഷെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് സുഭിക്ഷമായ ഭക്ഷണം കിട്ടണം. അദ്ദേഹം പറയാണ്, ഒരു ദിവസം ഞാനിങ്ങനെ സന്ധ്യാസമയത്ത് കുടിച്ച് ബോധമില്ലാതെ വീട്ടിലോട്ട് വന്നപ്പോൾ ആരോ കൊടുത്ത കുറച്ച് അരി വെച്ച് ഭാര്യ മൺകലത്തിൽ കഞ്ഞി വെക്കുകയാണ്, ഈ കുഞ്ഞുങ്ങളെ പട്ടിണിയില്ലാതെ ഉറക്കാൻ. ഇങ്ങോട്ട് വന്ന് ചോറൊന്നും ശരിയില്ലാതെ ചോദിച്ച് അവിടെ മുടിക്കുത്തിന് പിടിച്ച് ഞാൻ വലിച്ചെറിഞ്ഞു. അവിടെ തലജന ഭിത്തിയേലടിച്ചു. അവിടെ ഒക്കത്തിരിക്കുന്ന 1.5 വയസ്സുകാരൻ കുഞ്ഞ് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. 4 വയസ്സുള്ള കുഞ്ഞ് ഓടിപ്പോയി ദൂരെ നിന്ന് കരയാൻ തുടങ്ങി. ഇത് സ്ഥിരം പതിവാണ് എൻ്റെ വീട്ടിൽ, കരച്ചിലും ബഹളവും. എന്നിട്ടും ദേഷ്യം തീരാൻ ഞാൻ അങ്ങോട്ട് ഇനി കത്തിക്കൊണ്ടിരുന്ന മൺകലത്തിനിട്ട് തൊഴിച്ചു. അദ്ദേഹം പറയാണ്. പിന്നെ അദ്ദേഹം കരഞ്ഞോണ്ടാണ് പറഞ്ഞത്. ക്രൂരനായ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞോണ്ടാണ് പറഞ്ഞത്. ഞാൻ മൺകലത്തിനിട്ട് തൊഴിച്ചു. മൺകലം പൊട്ടിച്ചിതറി അവിടെ വീണപ്പോൾ, പകുതി വെന്ത ചോറും ചൂടുവെള്ളവും കൂടെ അവിടെ വിതറി വീണപ്പോൾ, എൻ്റെ വിശന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ 1.5 വയസ്സുകാരൻ ഈ ചോറ് കണ്ടോണ്ട് അവൻ്റെ അമ്മയുടെ ഒക്കത്തൊന്ന് ഊർന്നിറങ്ങി നീന്തി ചെന്ന് അവിടെ ഇരുന്നുകൊണ്ട് അവൻ്റെ കൊച്ചു കൈ കൊണ്ട് ഇങ്ങനെ ഈ ചോറ് പറക്കി തിന്നുന്നത് ഞാൻ കണ്ടു. മനുഷ്യൻ കരഞ്ഞോണ്ടാണ് പറഞ്ഞത്. ചോറ് പറക്കി ഇങ്ങനെ തിന്നുന്നത് ഞാൻ കണ്ടു. ബോധമില്ലാത്ത ഞാൻ അവനെ ചോറ് പറക്കി തിന്നാതിരിക്കാൻ ചെന്ന് അവൻ്റെ കൈ ഇങ്ങനെ ചവിട്ടി അരച്ച് പിടിച്ചുകൊണ്ട് നിന്നു. ഇതൊക്കെ നിത്യസംഭവമാണ് എൻ്റെ വീട്ടിൽ. അങ്ങനെ ക്രൂരനായി ജീവിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശു പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ സമാധാനമുണ്ട്. വരുമാനം വർദ്ധിച്ചതിൻ്റെ സന്തോഷമല്ല, യേശു എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ ഇന്ന് കുടുംബമായി സമാധാനം അനുഭവിക്കുന്നു. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ടോ? ഒരു മെല്ലിച്ച സ്ത്രീ ഒരു കുഞ്ഞിനെ കക്ഷത്തിൽ വെച്ചുകൊണ്ട്, ഒരു കുഞ്ഞിനെ ഒക്കത്തി പിടിച്ചുകൊണ്ട്, കൈ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നു. അവർ പറയുകയാണ്, അച്ചോ ഞങ്ങൾ ഇന്ന് സമാധാനം അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് തകർച്ചയിൽ നിന്ന് ജീവങ്കിലേക്ക് നടത്തുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഭവനത്തിൽ ഏതെങ്കിലും വ്യക്തികൾ ഇങ്ങനെ തകർച്ചയുടെ അനുഭവത്തിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ജീവിപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവേ നീ വീശണമേ, ജീവിപ്പിക്കുന്ന കാറ്റേ നീ വീശണമേ നമുക്ക് പ്രാർത്ഥിക്കണം. 2ാമത്തെ കൂട്ടരാണ് ചാകാറായവർ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31-32 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31-32. അനന്തരം യഹോവ അയച്ചൊരു കാറ്റ് കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. കരുതുന്ന കാറ്റ് പരിശുദ്ധാത്മാവ്, പുലർത്തുന്ന കാറ്റ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ പശ്ചാത്തലം. ഇസ്രായേൽ മക്കൾ കനാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മിസ്രൈമ്യ അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ കിരാത അടിമത്വത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് വിടുവിച്ച് മരുഭൂമിയിൽ വെയിലേൽക്കാതെ വണ്ണം മേഘസ്തംഭവും രാത്രി വെളിച്ചവും എല്ലാം നൽകി ഇങ്ങനെ അത്ഭുതകരമായിട്ട് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനായ ദൈവം, ദാഹിച്ചപ്പോൾ കരിമ്പാറയിൽ നിന്ന് ജീവജലം നൽകിയവൻ, വിശന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും രുചിയുള്ള ഭക്ഷണമായ മന്ന നൽകി പരിപോഷിപ്പിച്ചവൻ, ആ ദൈവത്തെ അവരെ ചില സമയത്ത് മറന്നു. അവർ ദൈവത്തിനെതിരായിട്ട് പിറുപിറുക്കാൻ തുടങ്ങി. മോശയ്ക്കും ദൈവത്തിനെതിരായിട്ട്, ഇവിടെ കിടന്നുകൊണ്ട് പട്ടിണിയുടെ ജാകാനാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതീ ഭേദം ഇസ്രായേലിൽ കിടക്കുമായിരുന്നു, ഒന്നുമല്ല നല്ല ശവമടക്കേലും കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ മറന്നവർ സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തെ മറക്കുന്നതാണ് മരണത്തിലേക്കുള്ള യാത്ര. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാവുകയില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന വലിയ പ്രശ്നം എന്താണ്? നമ്മൾ മുറമുറക്കുന്നവരാണ്, പിറുപിറുക്കുന്നവരാണ്. ഇന്നലെ വരെ നമ്മളെ നടത്തിയ വഴികൾ നമ്മൾ മറന്നുപോകുന്നു. വേദപുസ്തകത്തിലെ ഒരു പ്രധാന വാക്കാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഓർക്കണം. ഈ വെളിപാട് നമ്മൾ വായിച്ചത് നിങ്ങൾ ഓർത്ത് മാനസാന്തരപ്പെടണം. 1555 പ്രാവശ്യമുണ്ട് ഈ പദം, ഓർക്കണമെന്നുള്ള പദം. അതൊരു വലിയ ആത്മീയ ശുശ്രൂഷയാണ് ഈ ഓർമ്മ. നമുക്കൊരുമാതിരി അൽഷമേഴ്സ് ബാധിച്ചിരിക്കുകയാണ് മാർത്തോമാ സഭയ്ക്ക്, ആത്മീയ അൽഷമേഴ്സ്. ഇന്നലെ വരെ ദൈവം നടത്തിയ വഴികളെ നമ്മൾ അങ്ങ് മറക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരണത്തിലേക്കുള്ള ഒരു സംഘമായി മാറിയിരിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഘമായി കേരളത്തിലെ ക്രൈസ്തവ സഭ മാറിയിരിക്കുന്നു. ഞാൻ പോകാത്ത മാർത്തോമാ പള്ളികളില്ല. എന്നോടിപ്പം മെത്രാപ്പൊലീത്ത തിരുമേനി ചോദിക്കുക, അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, തിരുമേനി ഉണങ്ങി കോറ അടിച്ചിരിക്കുക എന്ന് പറയും. ഉണങ്ങി കോറ അടിച്ചിരിക്കുന്നു.
മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ, മരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹം. കാരണം എന്താണ്? ദൈവത്തെ മറന്നു കളഞ്ഞു. ഇന്നലെ വരെ നടത്തിയ ദൈവത്തെ നിങ്ങൾ 20 വർഷം 30 വർഷം മുമ്പിലേക്ക് നിങ്ങളുടെ ഓർമ്മകളെ ഒന്ന് അയക്കണം. ഓർമ്മയുണ്ടോ? ചില പള്ളികളിലൊക്കെ, ഞാനൊരു പള്ളിയിൽ ചാർജ് എടുത്ത് അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. പള്ളിയുടെ സൈഡ് റൂമിൽ, 10-25 വർഷം മുമ്പ് പള്ളിയുടെ സൈഡ് റൂമിൽ 20 ചരുവം വാങ്ങിച്ചു വെച്ചേക്കുന്നു. ചരുവം. ഞാൻ വിചാരിച്ചു ദുഃഖവെള്ളിയാഴ്ച കഞ്ഞി കൊടുക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു. ഉടനെ നല്ല മഴ വരുമ്പോൾ കപ്പിയാരുണ്ട്, അത് എല്ലായിടത്തും വെക്കും. ഈ വെള്ളം ചോരുന്ന പള്ളിയാണ്. ചോരുന്ന പള്ളിയല്ലായിരുന്നു നമ്മുടേത്, ചോരുന്ന പുരകളല്ലായിരുന്നു നമ്മുടേത്. നേരാമണ്ണം ഒന്ന് മേഞ്ഞിരുന്നെങ്കിലും ഓർത്തിട്ടുള്ള കാലഘട്ടമില്ലേ? വേദനയുടെയും കാലഘട്ടമില്ല. അതൊക്കെ നമ്മൾ അങ്ങ് മറന്നു. പെട്ടെന്ന് മറക്കുന്നവരാണ് മാർത്തോമാക്കാർ. നമ്മളിപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് യാതൊരു ഓർമ്മയില്ല. നമ്മുടെ നടപ്പും പാവമൊക്കെ കണ്ടാൽ നമ്മളെ കണ്ട് മാനത്തുനിന്ന് പൊട്ടി വീണതാണെന്നുള്ള മട്ടിലാണ്. നമുക്കൊരുമാതിരി അഹങ്കാരം ബാധിച്ചിരിക്കും. അതാണ് മരണത്തിലേക്കുള്ള പോക്ക്. ഏറ്റവും അഹങ്കാര സമൂഹം നമ്മളാണ്. ഈ ഇന്ത്യയിലെ ഈ കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ ഒരു ആധികാരിക ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചത്, ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് പോയിട്ടുള്ള ഗ്രൂപ്പാണ് മാർത്തോമാക്കാർ. ആളുകളുടെ നമ്പരല്ല, ഈ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 100 മാർത്തോമാ വീടുണ്ടെങ്കിൽ 140 പേര് വിദേശത്താണ്. പുന്തല അതിൽ കൂടുതലായിരിക്കും. 100 വീടുണ്ടെങ്കിൽ 140 പേര് വിദേശത്താണ്. 1-ാം സ്ഥാനം മാർത്തോമാക്കാർ. 2-ാം സ്ഥാനത്ത് വരുന്ന 99 പേരേ ഉള്ളൂ. വളരെ വേഗം ഭൗതികമായി നാം വളർന്നു, പക്ഷെ ദൈവത്തെ നാം മറന്നു. ഇന്നലെ വരെ നടത്തിയ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം. നമ്മുടെ പിള്ളേരൊക്കെ പള്ളിയിൽ വരുന്ന വസ്ത്രമൊക്കെ ഒരു പള്ളിക്ക് ചേർന്നതാണോ എന്നൊന്ന് ആലോചിക്കണം. പ്രത്യേകിച്ച് പെൺപിള്ളേർ. നമ്മൾ ആരായിരുന്നു, ഇപ്പം നമ്മൾ ആരാണ്? എന്തൊക്കെ കോക്കാമ്പീച്ചിയാണ് നമ്മുടെ പിള്ളേർ കാണിക്കുന്ന ഓർക്കണം. ഈയിടെ പത്രത്തിലുണ്ടായിരുന്നു, ഹിന്ദുക്കൾ തീരുമാനിച്ചു മാനം മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചില്ലേ ക്ഷേത്രത്തിൽ കയറ്റിയാലും. അങ്ങനെ തീരുമാനിക്കുകയാണ് നമ്മുടെ പള്ളിയിൽ എത്ര പേര് കയറും? എൻ്റെ അഭിപ്രായം കുറഞ്ഞ പക്ഷെ ഒരു 100 തോർത്തേലും വാങ്ങിച്ച് പള്ളിയിൽ വെക്കണമെന്നുള്ളതാണ്. അഹങ്കാരികളായി തീർന്നിരിക്കും നമ്മൾ. അഹങ്കാരികൾ ഇറുകി പിടിച്ച വസ്ത്രം ഇട്ടുണ്ട്, അപ്പനും അമ്മയും കൂടെ തലേന്ന് തൊട്ട് ഇടിപ്പിക്കുന്നത്, അല്ലാതെ അങ്ങനെ ഇടുന്നത് വലിച്ചു കയറ്റി. എന്തൊരു നാണം കെട്ട അവസ്ഥയാണ് നമുക്ക്. ഇന്നലെ വരെ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്തൊരു സമൂഹമായിരുന്നു നമ്മളൊന്ന് മറക്കരുത്. എന്നെ നിങ്ങൾ ഇനി വിളിച്ചില്ലേലും സാരമില്ല. ഇന്നലെ വരെ നല്ല നേരം നോക്കി കഞ്ഞി കുടിച്ചിരുന്ന സമൂഹമാണ് നമ്മൾ. മാറിയിരിക്കുന്നു. അതൊക്കെ ദൈവത്തെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, അടുത്ത തലമുറ ഇല്ലെന്ന് പറയാണ് മാർത്തോമാ സഭ. എല്ലാം ഇതിലേയും പോവാണ്. കാസർഗോഡിന് അപ്പുറത്തൊരുത്തം പഠിക്കാൻ പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് എങ്ങനെയാണോ? മാർത്തോമാ പള്ളി കണ്ട കാർക്കിച്ചു തുപ്പും. ഈയിടെ ഞാനൊരു പള്ളിയിൽ പോയി, തിരുവനന്തപുരത്ത്. അവിടുത്തെ ഒരു വലിയ പുള്ളിയുടെ വീട്ടിലാണ് താമസിച്ചേ. എനിക്കറിയാവുന്ന ആളാണ്. വിദേശത്താൽ 30 വർഷം. ഇഷ്ടംപോലെ കൊണ്ടുവന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം ആണ്. സ്ഥലം ഞാൻ പറയത്തില്ല, ഇവിടുന്ന് അടുത്തടുത്തുനിന്ന് പോയതാണ്. ആദ്യത്തെ മധ്യസ്ഥ കുടുംബ പ്രാർത്ഥന സമയത്ത് എന്നോട് വെച്ചാൽ ഞങ്ങൾക്ക് ഇതെല്ലാം ഉണ്ടല്ലോ, ഒരു സങ്കടം ഉണ്ടച്ചാ, നമുക്കെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊരു സങ്കടം. ഇതിൻ്റെ ഇടയ്ക്ക് എന്നാ സങ്കടം? ചാച്ചനറിയാം ഞങ്ങൾക്ക് ഒന്നേ ഉള്ളല്ലോ, ഏതോ ഒരു മോനേ ഉള്ളെന്ന് അറിയാം. പിന്നെ അവനിപ്പം നമ്മുടെ കൂടെ അല്ലച്ചാ. എവിടെ പോയി? അവനോട് അലുക്കുലത്ത് പ്രസ്ഥാനത്തിൽ പോയി. ഞാൻ ഇനി അലുക്കുലത്ത് കുലുക്കിക്കുത്തെന്ന് കേട്ടി. അലുക്കുലത്ത് എന്തോ എനിക്ക് അറിയുകയൊക്കെ ചെന്നാൽ അയാൾ തന്നെ പറയട്ടെന്നും കണ്ടാണ്. ഇപ്പോഴത്തെ ബോണഗെയിൻ ഗ്രൂപ്പിൽ പോയച്ചാ. ബോണഗെയിൻ പൂനായി പഠിക്കാൻ പോയതാണ്. അവിടെ അവനെ പിടിച്ചുകൊണ്ട് പോയി. അതാണ് ബോണഗെയിൻ ഗ്രൂപ്പിൽ പോയി. അവനിപ്പോൾ ജോലി കിട്ടിയച്ചാൽ 3 ലക്ഷം രൂപ ശമ്പളമുണ്ട്. അവൻ ഒരു പൈസ പോലും എനിക്ക് തരാം. എനിക്ക് അവന് പൈസയൊന്നും വേണ്ടച്ചാ. പക്ഷെ ഞാൻ അവധിക്ക് വന്നാൽ പള്ളി വരത്തില്ല. പള്ളി കണ്ടാൽ കാർക്കിച്ച് തുപ്പും. ഇപ്പോൾ അവന് പെണ്ണ് കെട്ടണം. അവന് 28 വയസ്സായി. പെണ്ണ് കെട്ടണം. അവിടുത്തെ ദൈവം തന്നെ അവനൊരു ഒരു കല്യാണം ആലോചിച്ചു കൊടുത്തു. അവനെക്കാട്ടി 10 വയസ്സിന് മൂത്തൊരു തള്ള കെട്ടിക്കോളാൻ പറഞ്ഞേക്കുകയാണ്. പപ്പായോട് പറഞ്ഞു, പപ്പ പോയെന്ന് കാണണം. മോനെ ഞാൻ പോയി കണ്ടാ വേണ്ടെന്ന്. എനിക്കത് മതി, അത് മതി. ഇങ്ങനെ എത്ര പിള്ളേർ ഈ വെടക്ക് പ്രസ്ഥാനങ്ങളുടെ പുറകെ പോകുന്നു. എന്താ കാര്യം എന്നറിയാം? ദൈവം എന്താണ്, സഭ എന്താണ്, വിശ്വാസം എന്താണ്, പൈതൃകം എന്താണ്, ഇത് പഠിപ്പിച്ചു കൊടുക്കണം. മാർത്തോമാക്കാർക്ക് അതില്ല. പ്രാർത്ഥിക്കാനല്ലേ അച്ഛാ പോകുന്നതെന്ന് പറയോടി. നമ്മൾ ദൈവത്തെ മറന്നിരിക്കുന്നു. നമ്മളാക്കിയ സഭയെ മറന്നിരിക്കുന്നു. നമ്മളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച അധ്യാപകരല്ലേ നരകത്തിലോട്ടാണോ പോയേക്കുന്നത്? പണ്ടിവിടെ മൈക്കില്ലാതിരുന്ന കാലത്ത് പുന്തലപ്പള്ളിയിൽ നിന്നുകൊണ്ട് പാഠം വായിച്ച അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉടുപ്പില്ലായിരുന്നു ഇടാൻ. അല്ലെ ഒരു ചുരുണ്ട ഉടുപ്പ് കാണും, തേക്കാൻ അതിന് സൗകര്യമൊന്നുമില്ല. എഴുന്നേറ്റ് പ്രകാശിക്കുക, അതിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്നിവിടെ നിന്ന് വായിച്ചാൽ കല്യാത്ര വരെ കേൾക്കായിരുന്നു. മൈക്കും വേണ്ട, അവരെ നരകത്തിലോട്ടാണ് പോയിരിക്കുന്നത്. ആരേലും എന്തുവേലും പറഞ്ഞു അതിന്റെ പുറകെ അങ്ങ് പൊക്കോള് കാണും. ദൈവത്തെ നാം മറന്നിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ പറയുന്നില്ല. പറയുന്ന അവർക്കൊരു നാണംകേടാണ്. ഞാൻ വടക്കേ ഇന്ത്യയിലടുത്ത് പ്രസംഗിക്കാൻ പോയി. അവിടുത്തെ വലിയ വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ. അദ്ദേഹം വലിയ ചെരുപ്പ് വ്യവസായിയാണ്. ഷൂ.
അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് ചെരുപ്പൂടെ ചേർത്താ പറയുന്നത്. കുര്യൻ എന്നാ പേരെങ്കിൽ ചെരുപ്പ് കുര്യൻ. ഭയങ്കര കുര്യന നല്ല പേര്. ഭയങ്കര സ്വത്തുകാരൻ. നോർത്ത് ഇന്ത്യയിലെ ഷൂ കമ്പനിയുടെ ഒക്കെ ഏജന്റാണ് അദ്ദേഹം. സ്വന്തം ഷൂ കമ്പനിയുണ്ട്. ലോകത്തിലെ വലിയ ഷൂ കമ്പനിയുടെ ഒക്കെ ഏജന്റ്. ഭയങ്കര സ്വത്തുകാരൻ, കോടീശ്വരൻ. 3 നിലകൾ കെട്ടിടം. അദ്ദേഹം മുമ്പേ പറഞ്ഞ പോലെ ഈ കുടുംബ പ്രാർത്ഥന സമയത്ത് പറഞ്ഞ, അച്ഛാ ഞാൻ 50 വർഷം മുമ്പ് ചെങ്ങന്നൂരിന്ന് ട്രെയിനെ കയറി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ എനിക്ക് ജോലിയൊന്നും കിട്ടാനുള്ള വിദ്യാഭ്യാസം ഇല്ല. വീട്ടിലെ സാഹചര്യം കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്. എങ്ങനെയാലും രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. പട്ടിണിയും പൈതാവൊക്കെ അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ജോലി കിട്ടിയില്ല. എനിക്ക് ടിക്കറ്റ് കഴിഞ്ഞ് കൊണ്ടായിരുന്ന രൂപ കൊടുത്ത് ഞാൻ പ്ലാസ്റ്റിക് ചെരുപ്പ് വാങ്ങിച്ച് പ്ലാസ്റ്റിക് കൂട്ടിലിട്ട് മലയാളിയുടെ വീട്ടിലെല്ലാം നടന്നു. ചെരുപ്പ് വേണോ ചെരുപ്പ്, ചെരുപ്പ് വേണോ ചെരുപ്പ് എന്ന് പറഞ്ഞ് നടന്നു വെച്ചാൽ അന്ന് തൊട്ട് എന്നെ എല്ലാവരും വിളിക്കുന്നതാണ് ഈ പേര്. എനിക്ക് തന്നെ അഭിമാനം ഉണ്ടച്ചാ. പക്ഷേ ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ ഇങ്ങനെ ഉയർത്തിയച്ചാന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ അടിച്ച് കരയുകയാണ്. അപ്പൊ കേൾക്കാം അകത്തുനിന്നൊരു പെറുപെറുപ്പ്. വൈ ആർ യു ടെല്ലിങ് ഓൾ നോൺസെൻസ് ഓൾ ജസ്റ്റ് ഡാഡ്? പെൺപിള്ളേരാ, ഇംഗ്ലീഷേ അറിയൂ. എന്താ ഡാഡി എല്ലാ അച്ഛന്മാരുടെയും നോൺസെൻസ് പറയുന്നേ? ദൈവം നടത്തിയ വഴികൾ നോൺസെൻസ് ആണെന്ന് ചിന്തിക്കുന്ന സമൂഹം. അതാണ് മരണത്തിലേക്കുള്ള പോക്ക്. അതാണ് മരണത്തിലേക്കുള്ള പോക്ക്. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുകയും, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കീറിക്കളയും. പരിപാലനത്തിന്റെ കാറ്റ് വീശുന്നവനായ ദൈവം, അത്ഭുതത്തിന്റെ കാറ്റ് വീശിയവനായ ദൈവം പട്ടിണി കിടന്ന നാളുകളിൽ നിന്ന് അല്ലേ? പട്ടിണി പറയാൻ മടിയാണോ? ആണോ? പണ്ടൊക്കെ 10 പിള്ളേർ കാണുമല്ലോ അല്ലേ? ഞാൻ 5-ാമനാണ്. ഇപ്പോഴത്തെ സ്ഥിതിയാണ് ഞാൻ ജനിക്കാൻ അവകാശമില്ല. കാരണം ഇപ്പം 2 ഉള്ളല്ലോ. അന്ന് ജനിച്ചുകൊണ്ട് ജനിച്ചു. നമ്മളൊക്കെ മിക്കവാറും പേര് അങ്ങനെ ബോണസായിട്ട് ജനിച്ചതാണ്. അല്ലേ 1 അല്ലേ 2 അല്ല ഉള്ളൂ. ഇപ്പോൾ എന്തോ ഇത് തന്നെ 4 മണിക്ക് അമ്മ കപ്പയെല്ലാം കൂടെ പുഴുങ്ങി ഒരു ഇലയിലോട്ട് ഇടുമ്പോൾ ചുറ്റും ഇരുന്ന് കഴിക്കുകയാണ്. ഒരു കപ്പ കൈ കാണും, ഒരു കപ്പ വായി കാണും, ഒരു കപ്പയെ നോക്കിയിരിക്കും. കാരണം അവൻ അടിച്ചു മാറ്റാതിരിക്കും. ഇങ്ങനെയൊക്കെ ജീവിച്ച അവസ്ഥ എന്തുമാത്രം നമ്മൾ മാറി. ഞാൻ ഫലിത രൂപത്തിൽ പറഞ്ഞാൽ സത്യം ഇതൊക്കെയല്ലേ? ഈ അവസ്ഥ ദൈവം നമ്മളെ വളരെ മാറ്റിയിരിക്കുമ്പോൾ നാം ദൈവത്തെ മറന്നു തുടങ്ങിയിരിക്കുന്നു. അതാണ് അപകടം. അതാണ് അപകടം. നമുക്ക് ഈ പെട്ടെന്ന് പണക്കാരായതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടുള്ള കോക്കാമ്പീച്ചി എല്ലാം നമ്മൾ കാണിക്കുന്നത്. ഒരു നല്ല ബേസ്മെന്റ് വന്നായിരുന്നു ഇതൊന്നും കാണിക്കത്തില്ലായിരുന്നു. ഒരു കല്യാണമൊക്കെ വരുമ്പോൾ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഒരാളിൻ്റെ ഊണിന് 4000 രൂപ. ഞണ്ട് കൊഞ്ചൊക്കെ പച്ചയ്ക്കുണ്ട്, പറഞ്ഞാൽ മതി എന്തോ ആണി തരും. പെണ്ണിൻ്റെ തലയിൽ 5 മിനിറ്റ് ഇരുന്ന മന്ത്രകോടിക്ക് 20 ലക്ഷം. 5 മിനിറ്റേ ഇടൂ. ഈയിടെ ഒരു അച്ഛനൊരു മണവാളുടെ മന്ത്രകോടി വാങ്ങിച്ചു കൊടുത്തു, വാഴ്ത്തി കൊടുത്തു. അവൻ്റെ തലയിലോട്ടിട്ട്. കാരണം ഇവള് മിക്കവാറും നാളെ തിരിച്ചു പോകുമല്ലോ, അതായത് നഷ്ടപ്പെടാതിരിക്കും. അവനെ അത് കഴിഞ്ഞ് അവന് മന്ത്രകോടി എന്നാണ് വിളിക്കുന്നത്. എന്തെല്ലാം കോക്കാമ്പീച്ചുകളാണ് കാണിക്കുന്നത്. പൂപ്പന്തലിന് 40 ലക്ഷം. സ്വിറ്റ്സർലൻഡിൽ നിന്ന് പൂ ഇറക്കുകയാണ്. 40 ലക്ഷത്തിൻ്റെ പൂപ്പന്തൽ. എന്നിട്ട് പാടുക, തീ കത്തിക്കോ തീ കത്തി. എവിടെ തീ കത്താൻ? നനഞ്ഞ് കുഴഞ്ഞ വർഗം. ദൈവത്തെ മറന്നു തുടങ്ങിയിരിക്കുന്നതാണ്. ദൈവത്തെ മറന്നു തുടങ്ങിയിരിക്കുന്നു. പരിപാലിക്കുന്നവനായ ദൈവം. ഇന്നേക്ക് 59 വർഷങ്ങൾക്ക് ഞാൻ ജനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായത്. ഞാനൊരു വിചിത്ര ജീവിയാണ് അല്ലേ? കണ്ടാലും അറിയും. ഞാൻ ഹിന്ദുവായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത ആളാണ്. ഞാൻ ജനിക്കുമ്പോൾ, ഞാൻ ഉരുവാകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ നായന്മാരായിരുന്നു. ഞാൻ ജനിച്ചപ്പോഴേക്കും അവർ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് ഹിന്ദുവായി ഉരുവാകുകയും ക്രിസ്ത്യാനിയായി ജനിക്കുകയും ചെയ്ത അസുലഭ ഭാഗ്യം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥന, വിശ്വാസത്തിൻ്റെ ആദ്യ നാളുകളിലെ പ്രാർത്ഥന ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ എനിക്ക് കിട്ടിയതാണ്. പടിയടച്ച് പിണ്ടം വെച്ച് ഇറക്കി വിട്ടതാണ് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന്. എൻ്റെ മൂത്ത 4 സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കൂടെ നീ നിന്റെ മക്കളും കൂടെ വഴിയെ തെണ്ടുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അമ്മൂമ്മ കല്യാണി അമ്മ പടിയടച്ച് പിണ്ടം വെച്ച് ഇറക്കി വഴി ഇരിക്കപ്പിണ്ടം വെക്കുക എന്ന് പറയും. അതായത് പിന്നെ മരിച്ചാൽ പോലും ഇങ്ങോട്ട് പ്രവേശനം. ഞങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മ മരിച്ചപ്പോഴും ഞങ്ങൾക്ക് കാണാൻ അനുവാദമില്ലായിരുന്നു. ഞങ്ങൾ ചെന്നാൽ ചാണാവെള്ളം കൊടുക്കുമായിരുന്നു അവരിപ്പോഴും. നീ നിന്റെ മക്കളും കൂടെ വഴിയെ തെണ്ടും എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ് പെരുവഴിയിലേക്ക്. ആ ഒരു 1 സെന്റ് സ്ഥലം തരാതെ, പൈതൃകമായി ലഭിക്കേണ്ട ഒന്നും തരാതെ ഇറക്കി വിട്ടു. അന്നും എൻ്റെ അപ്പച്ചൻ പറഞ്ഞ, അമ്മേ എന്നെ വിളിച്ചിരിക്കും ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവനൊരിക്കലും ഞങ്ങളെ വഴിയിലിട്ടേച്ച് പോകുകയില്ല. അഥവാ വഴിയിലിട്ടേച്ച് പോയാലും ഞങ്ങൾ ഉപേക്ഷിച്ചാലും മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞൊക്കെ ഇറങ്ങി തിരിച്ചതാണ്. അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി പട്ടിണി കിടന്നിട്ട് ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. പക്ഷെ പട്ടിണി ആയിരുന്നെങ്കിലും ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നു. പട്ടിണി, ദൈവത്തോടുള്ള പട്ടിണിയാണ് ദൈവമില്ലാതെ സുഭിക്ഷതയേക്കാൾ നല്ലത് ഞങ്ങൾക്കറിയാം. ഒരനുഭവം മാത്രം പറയാം. അദ്ദേഹം ജോലിയൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. തിരുവല്ല ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം കഴിഞ്ഞ് മാർത്തോമാ സഭയിലെ സുവിശേഷകനായി മലയാലപ്പുഴയിൽ നിയമിതനായി. മലയാലപ്പുഴ ഒരിക്കൽ മലയാലപ്പുഴ ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച്
കുമ്പളാംബിക സെന്ററുകാർ സംഘടിപ്പിച്ച ഒരു പരസ്യയോഗത്തിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പ്രസംഗിച്ചു. അമ്പലത്തിങ്കൽ പ്രസംഗിക്കുകയും സാക്ഷ്യം പറയുകയും ചെയ്തു. ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ തടിച്ചുകൂടി. അവരെല്ലാം സാക്ഷ്യം പ്രസംഗം കേട്ടു. പക്ഷേ യാതൊരു ശല്യം അന്നേരം ചെയ്തില്ല. എന്നാൽ അന്ന് രാത്രി 12 മണി കഴിഞ്ഞ സമയത്ത് വലിയ ശബ്ദ കോലാഹലം കേട്ട് എൻ്റെ മാതാപിതാക്കൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ, അന്ന് ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ, ആ വീട്ടിലൊന്നും മണ്ണെണ്ണ വിളക്കും കത്തിച്ചുകൊണ്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ടവരും അല്ലാത്തവരും ഒരു 10-60 സഹോദരങ്ങളാണ് കമ്പും കല്ലും ഒക്കെ ആയിട്ട് വന്നിരിക്കണം. അവരാണ് ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, നിങ്ങളെന്താണ് ഈ അസമയത്ത്? അപ്പോൾ അവർ പറഞ്ഞു, നീ നിന്ന് അവിടെ പ്രസംഗിച്ചത് കൊണ്ട് നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാൻ വരുമെന്ന് വിചാരിച്ച് നീ നിന്റെ ആളുകളെ കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചിട്ടില്ലേ? നിന്റെ ആളുകളെ എന്ന് അവരുദ്ദേശിച്ചത് ക്രിസ്ത്യാനികളെയാണ്. ഉരിമൂട്ടിൽ നിന്നും മണ്ണാരക്കുളഞ്ഞിൽ നിന്നും മൈലപ്രായിൽ നിന്നുമൊക്കെ നിന്റെ ആളുകളെ കൊണ്ട് വീട്ടിൽ താമസിപ്പിച്ചിട്ടില്ലേ? അപ്പച്ചൻ പറഞ്ഞു, ഈ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും അല്ലാതെ ആരുമില്ല. അവരോട് നീ കള്ളം പറയുകയാണ്. അപ്പച്ചൻ പറഞ്ഞു, വീട് തുറന്നു കിടക്കും, നിങ്ങൾക്ക് കയറി നോക്കാം. അവർ പറഞ്ഞു, അല്ല, നീ കള്ളം പറയുകയാണ്. ഞങ്ങൾ ഈ മുകളിലെ റോഡിൽ കൂടെ വന്നപ്പോൾ ഈ വീടിന്റെ മുറ്റത്ത് ഒരു 100 ആണുങ്ങൾ നിൽക്കുന്നത് കണ്ടല്ലോ, പുരുഷന്മാർ നിൽക്കുന്നത് കണ്ടല്ലോ, നീ പെട്ടെന്ന് അവരെ എങ്ങോട്ട് മാറ്റി? അപ്പച്ചൻ പറഞ്ഞു, വീട് ഞങ്ങളല്ലാതെ ആരുമില്ല. അവരങ്ങനെ ശടിച്ച് പറഞ്ഞപ്പോഴാണ് വിശ്വാസത്തിന്റെ ശൈശവാവസ്ഥയിലായിരുന്ന എൻ്റെ പിതാവിന് കത്തിയത്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ കണ്ടു കാണും, കാരണം എന്നെ വിളിച്ചിറക്കിയവനായ ദൈവം സൈന്യങ്ങളുടെ യഹോവയാണ്. ഒരുപക്ഷെ അവൻ നിന്റെ ദൂതന്മാരെ അയച്ച് ഞങ്ങളെ വിടുവിച്ചതാകാം. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ പന്തലിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, പിന്നെ ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രശ്നം ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ദൂതന്മാരെ അയച്ച് വിടുവിക്കുമെന്ന് ഉറപ്പ് തന്നവനായ ദൈവം ഈ 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്നു. നീ ICU കിടക്കുമ്പോൾ, ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ തനിയാണെന്ന് വിചാരിക്കണ്ട. നിന്നെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ യഹോവ നിന്റെ സമീപത്തുണ്ട്. നമ്മളെ പുലർത്തുന്ന കാറ്റ് വീശുന്നവനായ ദൈവം തമ്പുരാൻ. 2016 പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. ഉണ്ടായേക്കാം. എന്നാൽ അതിന്റെ മധ്യത്തിലും അത്ഭുതത്തിന്റെ കാറ്റ് വീശി അത്ഭുതകരമായി നമ്മളെ പരിപാലിക്കാൻ കഴിവുള്ളവനായ ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരണം. 3-ാമത്തെ കൂട്ടരാണ് ഉറങ്ങുന്നവർ. യോനായുടെ പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. യോന 1:4-5. യോനയോ, യഹോവയായ ദൈവം സമുദ്രത്തിലൊരു പെരുങ്കാറ്റടുപ്പിച്ചു. യോനയോ കപ്പലിന്റെ അടുത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. വഴിവിട്ടു മാറുന്നവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പെരുങ്കാറ്റ് വീശുന്ന പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും വയറുവേദനയും പല്ലുവേദനയും മാറ്റാൻ മാത്രം ഇരിക്കുകയാണെന്ന് ധരിക്കരുത്. ദൈവത്തിന്റെ വഴിവിട്ട് നീ മാറുമ്പോൾ നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പെരുങ്കാറ്റായി പരിശുദ്ധാത്മാവ് വീശിയേക്കാം. അത് നിന്നെ നശിപ്പിക്കുവാനല്ല, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. ദൈവം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നിന്നെ എത്തിക്കുവാൻ ഒരുപക്ഷെ പെരുങ്കാറ്റ് വേണ്ടി വന്നേക്കാം. പെരുങ്കാറ്റിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് നിന്റെ നാശത്തിന് വേണ്ടിയല്ല, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പെരുങ്കാറ്റ് വീശുന്നവനായ കർത്താവ്. ആരാണ് യോന? യോന ദൈവത്തിന്റെ പ്രവാചകനാണ്. എന്താണ് പ്രവാചകന്റെ ദൗത്യം? ദൈവത്തിൽ നിന്നും വചനം സ്വീകരിച്ച് മനുഷ്യരോട് പറയുക. ദൈവം പറയുന്നത് അതുപോലെ ചെന്ന് മനുഷ്യരോട് പറയുക. ദൈവം പറയുന്ന ഒട്ടും എടുത്തു കളയാതെ, ദൈവം പറയുന്നതിനോട് ഒട്ടും കൂട്ടിച്ചേർക്കാതെ അതുപോലെ പറയുന്നവനാണ് സത്യപ്രവാചകൻ. അതൊരു വലിയ പ്രയാസമുള്ള ദൗത്യമാണ്. ദൈവം പറയുന്നത് മനുഷ്യരുടെ മുഖത്ത് നോക്കി പറയുന്നത് ആപൽക്കരമാണ്. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തലയൊരു തളികയിൽ ഇരുന്നത്. അത് യോനായിക്കറിയാം. എന്തുകൊണ്ടാണ് യോന നിനവയിലേക്ക് പോകാതിരുന്നത്? യോനയോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നിനവയിൽ പോയി പ്രസംഗിക്കണം. എന്തുകൊണ്ടാണ് യോന പോകാതിരുന്നത്? ദൈവം കൊടുത്ത പ്രസംഗ വിഷയം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ദൈവം പറഞ്ഞത്? നീ അവിടെ പോയി യഹോവയുടെ ഇടയനാവെന്ന് പ്രസംഗിക്കാനല്ല പറഞ്ഞത്. പിന്നെന്താണ്? നീ പോയി നിനവേ നഗരത്തിന് വിരോധമായിട്ട് പ്രസംഗിക്കണം. ഒരു പട്ടണത്തിൽ ഒരു സ്ഥലത്ത് ചെന്ന് അതിന് വിരോധമായിട്ട് പ്രസംഗിക്കാനൊക്കുമോ? ഞാനിപ്പോൾ വന്നു പോയോണ്ട് പ്രസംഗിക്കുന്നില്ല ഉള്ളൂ. അച്ഛൻ പറയണം, അച്ഛൻ പുന്തലക്കാർക്ക് എതിരായിട്ട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പക്ഷെ വന്നപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് എതിരായിരിക്കുമെന്നേ ഉള്ളൂ. യോനായിക്ക് പോകാൻ മനസ്സ് വന്നില്ല, പക്ഷെ പോയേ പറ്റത്തുള്ളൂ. ട്രാൻസ്ഫർ ഓർഡറായി. മാർത്തമ്മ സഭ പോലാണ്, സ്ട്രിക്റ്റ് ആണ് ഓർഡർ. ട്രാൻസ്ഫർ ഓർഡർ വന്നാൽ പോയേ ഒക്കത്തുള്ളൂ. യോന പാണ്ടക്കെട്ടുമൊക്കെ എടുത്തോണ്ട് തുറമുഖത്ത് വന്നപ്പോൾ നിനവേലേക്കുള്ള കപ്പലിന് യാതൊരു അനക്കവും ഇല്ല.
വേറൊരു കപ്പൽ ഇങ്ങനെ സ്റ്റാർട്ടായി കിടക്കുന്നു, ഡും 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 ഇങ്ങനെ സ്റ്റാർട്ടായി കിടക്കുന്നു. യോന ചാടി അതേ കയറി. നമ്മുടെ ചില ആളുകൾ ഇങ്ങനെയാണ്, എവിടെ ഡും 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 അനക്കമുണ്ടോ അവിടെ ചാടി കയറും. എങ്ങോട്ട് പോകുന്ന കപ്പലാണ് അത് നമ്മുടെ, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. എവിടെ അനക്കമുണ്ടോ അവിടെ കയറും. മറ്റേ അനങ്ങി വരുമ്പോഴത്തേക്ക് സമയം പോകും. അങ്ങനെ പുന്തലേത് ഒത്തിരി അനക്കത്തിൽ പോയിട്ടുണ്ടോ ആളുകളൊക്കെ. അനങ്ങിക്കിടക്കുന്ന കപ്പലേലാണ് കയറിയിട്ട് എന്താ ചെയ്തത്, അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് ഉറങ്ങുകയാണ്. അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് സുഖമായിട്ട് അവൻ അവിടെ യാത്ര ചെയ്യാനുള്ളവനല്ല. ഈ ദൈവത്തിന്റെ വഴി വിട്ട് മാറുന്നവൻ, അനുസരണം കെട്ട ക്രിസ്ത്യാനി ജീവിക്കുന്ന ഗ്രാമത്തിന് സുഖമല്ല. അനുസരണം കെട്ട ക്രിസ്ത്യാനി യാത്ര ചെയ്യുന്ന കപ്പലിന് സുഖമല്ല. ആ കപ്പൽ പോകുന്ന കടലിന് ഒട്ടും സ്വസ്ഥതയില്ല, കടന്ന് ഇളകി മറിയുകയാണ്. ഈ ഒറ്റയെടുത്തും കാരണം അവനെ വിഴുങ്ങി വാളയ്ക്ക് വല്ല സ്വസ്ഥതയുണ്ടോ? അത് പിന്നെ വെപ്രാളം കൊണ്ട് ഓടി നടക്കുകയാണ്, ദഹനക്കേടുകൊണ്ട്. അവനെ ഇടപെടുന്നവനെ എല്ലാം അവൻ അസ്വസ്ഥമാക്കും. അതാണ് ഈ ദൈവത്തെ വിട്ടു മാറിയാലുള്ള കുഴപ്പം. അവൻ കയറിക്കണം സുഖമായിട്ട് ഉറങ്ങുകയാണ്. നമ്മളെ ബാധിച്ചിരിക്കുന്ന ചില ഉറക്കങ്ങളുണ്ട് മാർത്തമ്മക്കാർ. ഏതൊക്കെയാണ്? ഒന്ന്, പ്രാർത്ഥനയിലുള്ള ഉറക്കം. ഇന്ന് എത്ര പേര് കുടുംബ പ്രാർത്ഥന നടത്തി ചെന്നിട്ട് പ്രാർത്ഥിക്കാനാച്ച ഇപ്പൊ തന്നെ ഉറങ്ങുക, അവന് ചെന്നിട്ട് പ്രാർത്ഥന. കർത്താവ് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പോയി, മലയിൽ കയറി നിങ്ങളും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അവർ സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. നമ്മളിന്ന് പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവരാണ്. ക്രമീകൃതമായ കുടുംബ പ്രാർത്ഥനയില്ല. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം ഒരുമിച്ച് വളരും, ഇല്ലെങ്കിൽ തളരും. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനം ഒരുമിച്ച് വളരും, ഇല്ലെങ്കിൽ തളരും. ദൈവമുഖത്തേക്ക് നോക്കിയിട്ടേ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കാവൂ. അലക്സാണ്ടർ മാർത്തോമ്മ മെത്രാപ്പോലീത്ത തിരുമേനി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. ക്ലർജി കോൺഫറൻസിനാണ് പറഞ്ഞ ചാൽക്കുന്നേ. ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹത്തിന് തെറ്റിയതാണോ, ഓർമ്മപ്പശകാണോ. പിന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു, അവർ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ല. തിരുമേനിയുടെ അച്ഛനായിരുന്നു മാളിയേക്കൽ അച്ഛൻ കുര്യന്നൂർ. പിന്നെ അദ്ദേഹം വിശദീകരിച്ചു തന്നു, തിരുമേനിയാണ് മൂത്ത മകൻ, മക്കളെല്ലാം കൂടി ഒരു മുറിയിലാണ് കിടക്കുന്നത്. നേരം വെളുത്ത് ഇങ്ങനെ ഞെട്ടി, നേരം വെളുക്കാറാ തല നനഞ്ഞ് ഞെട്ടി നോക്കുമ്പോൾ തലയ്ക്ക് കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പച്ചൻ്റെ കണ്ണുനീര് വീണ് എൻ്റെ നെറ്റി നനഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ കാൽക്കൽ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയുടെ കണ്ണുനീര് വീണ് എൻ്റെ കാല് നനഞ്ഞിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, മൂത്തത് തൊട്ട് ഇളയത് വരെ എല്ലാ കുഞ്ഞുങ്ങളുടെയും തലയ്ക്കലും കാൽക്കലും കുമ്പിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ സമർപ്പിക്കുന്ന മാതാപിതാക്കൾ പിന്നെന്തിനാ പ്രാർത്ഥിച്ച് പഠിപ്പിക്കുന്നത്? അവർ പ്രാർത്ഥിച്ച് കാണിച്ചു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കുറെ സ്വത്ത് മാത്രം സമ്പാദിച്ചു കൊടുത്താൽ പോരാ, ഉന്നത വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ, അവർ ദൈവത്തെ കൊടുക്കണം. പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. ജീവിത പ്രതിസന്ധികളെ നേരിടുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു മരുന്നൊന്നുമല്ല, എളുപ്പ വഴിയൊന്നുമല്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടാൻ പ്രാർത്ഥിക്കുന്ന ദൈവവേദന സാധിക്കും. തിരുമേനി തന്നെ പറഞ്ഞിട്ടുണ്ട്, തിരുമേനിയുടെ ചരിത്രമുണ്ട്. തിരുമേനിയായിരുന്നു മൂത്ത മകൻ. പണ്ടൊക്കെ മാതാപിതാക്കൾ പിള്ളേരെ കടയിലോട്ട് വിടുമല്ലോ സന്ധ്യ ആകുമ്പോൾ. കാരണം സന്ധ്യ ആകുമ്പോഴേ പണമൊക്കെ കിട്ടത്തുള്ളൂ, എന്തെങ്കിലും കാശൊക്കെ കിട്ടത്തുള്ളൂ. മോനെ ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വാടാ, മുളക് വാങ്ങിച്ചുകൊണ്ട് വാടാ, കപ്പ വാങ്ങിച്ചുകൊണ്ട് വാടാ, വെളിച്ചെണ്ണ വാങ്ങിച്ചുകൊണ്ട് വാടാ. അപ്പം മൂത്തവൻ എന്നുള്ള നിലയ്ക്ക് ഇവനാ പോകേണ്ടത്. 7 വയസ്സ്, അടുത്താണ് കട. അമ്മ എനിക്ക് പേടിയാ അമ്മയെന്ന് പറയുമ്പോൾ അമ്മ പറയുമ്പോൾ മോനെ പേടിക്കണ്ട മോനെ, ഈ പാട്ട് പാടിക്കോ. ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ, കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ. ഈ പാട്ട് പാടിക്കോളാം. അപ്പം ഈ പാട്ട് പഠിച്ചു കാണാം. ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ. കടയിലോട്ട് പോകുമ്പോൾ അത് പാടും, കടക്കാരെ സാധനം എടുക്കുമ്പോൾ അത് പാടിക്കൊണ്ട് നിൽക്കണം, തിരിച്ചു വരണമല്ലോ. അങ്ങനെ ആ പാട്ട് അവനങ്ങ് പാടി പതിഞ്ഞു. എപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, ജീവിക്കുമ്പോൾ ഈ പാട്ട്, ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ, കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ. ഒരിക്കൽ തിരുമേനി പറന്നുകൊണ്ടിരുന്ന യാത്ര ചെയ്യുന്ന പ്ലെയിന് യന്ത്ര തകരാറുണ്ടായി. 2 എഞ്ചിനും തകരാറിലായി. മധ്യാകാശത്ത് വെച്ച് ഏറ്റവും ലാസ്റ്റിലെ പൈലറ്റുമാർ അനൗൺസ് ചെയ്യത്തുള്ളൂ, ക്ഷമിക്കണം, നമ്മുടെ പ്ലെയിൻ തകരാറിലാണ്, ഞങ്ങളത് ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു അനൗൺസ്മെന്റ് വന്നാൽ മധ്യാകാശത്ത് വെച്ച് എന്തൊരു വെപ്രാളമായിരിക്കും. പ്ലെയിനിലിരുന്നവരെല്ലാം കൂടെ പെടവട്ടം തല്ലി കരയാൻ തുടങ്ങി. എല്ലാവരും കിടന്ന് ബഹളം വെച്ച് കരയാൻ തുടങ്ങി. അവരവരുടെ ദൈവങ്ങളോട് ഉച്ചത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവകൃപയാൽ പ്ലെയിൻ്റെ ഒരു എഞ്ചിൻ ശരിയാവുകയും എമർജൻസി ലാൻഡിങ്, ജർമ്മനിയിലെ ഒരു എയർപോർട്ടിൽ പ്ലെയിൻ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്തപ്പോൾ എല്ലാവരും കൂടെ പ്രാണരക്ഷാർത്ഥം പ്ലെയിനിൽ നിന്ന് ചാടി ഇറങ്ങി. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയുള്ള വെപ്രാണത്തിൽ എല്ലാവരും ചാടി ഇറങ്ങി. തിരുമേനി ഏറ്റവും അവസാനമായിട്ടാണ് ഇറങ്ങിയത്, വളരെ കൂളായിട്ട്. തിരുമേനി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മദാമ്മ പറയുകയാണ്, എല്ലാവരും കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴും ഈ സന്യാസി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നു.
സന്യാസി എന്നാണ് അവർക്ക് തോന്നിയത്. കാവ്യവസ്ത്രം ധരിച്ച വയോധികനായ ഒരു സന്യാസി, ഇദ്ദേഹം ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നു. മദാമ്മ പറയുകയാണ്. അപ്പൊ തിരുമേനി പറഞ്ഞു, ഞാൻ പാടിയ മൂളിപ്പാട്ട് ഏതാണെന്നറിയാമോ? ദൈവത്തിൻ പൈതലേ പേടിക്ക വേണ്ട നീ, കാവൽ ചെയ്തിടുവാൻ ദൂതന്മാരുണ്ടല്ലോ. എൻ്റെ 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മച്ചി പഠിപ്പിച്ച പാട്ടാണ്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നിന്നെ കാക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇത് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വേറെ എല്ലാം പഠിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വിശദീകരിക്കേണ്ടതാണ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. പ്രാർത്ഥനയ്ക്ക് 4 മറുപടിയാണ് വേദപുസ്തകത്തിലുള്ളത്. നമ്മളെ ഒരുപാട് വഴിതെറ്റിക്കുന്ന ഒരു വിഷയമാണ് ഈ പ്രാർത്ഥന. ഒന്നാമത്തെ ആൻസറാണ് ഡയറക്റ്റ് ആൻസർ, യേസ്. ദൈവം നമുക്ക് യേസ് എന്നുള്ള മറുപടി തരും. പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ പോയി ചോദിക്കും, ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹന്ന മനോവസനമുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവൾ പോയി പ്രാർത്ഥിച്ചു, അവൾക്ക് മകനെ കിട്ടി. നമുക്ക് എന്തെല്ലാം ദൈവം തന്നിട്ടുണ്ടോ? ദൈവം വല്ലതും തന്നിട്ടുള്ളവരെന്ന് കൈപൊക്കിക്കേ. ദൈവത്തിന് സ്തോത്രം. ഡയറക്റ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഒരു ആൻസറാണ് ഡിനൈഡ് ആൻസർ, നോ. തരത്തില്ലെന്ന് ദൈവം പറയും. കൈപൊക്കിക്കേ. ഈ പുന്തലപ്പള്ളി സത്യം പറഞ്ഞ അച്ഛൻ മാത്രമേ, ഒരു ടീച്ചറുണ്ട്. നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചോണ്ടെന്ന് പറഞ്ഞാൽ യേസ് ആണോ നോ ആണോ കൂടുതൽ കിട്ടിയിട്ടുള്ളത്? നോ അല്ലേ കൂടുതൽ കിട്ടുള്ളൂ. നിങ്ങളെന്താ അത് കൈവെക്കാത്ത? അത് ആൻസറായിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല. അതാണ് നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന കേൾക്കുന്നില്ല. അച്ഛൻ ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവത്തിന് എന്താ, കാതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവന് ചെവി മന്ദമായി പോയിട്ടില്ല. ദൈവം പ്രാർത്ഥന കേട്ടു, നോ എന്നുള്ള മറുപടി തന്നു. അത് അംഗീകരിക്കണം. പ്രാർത്ഥനയ്ക്ക് നോ എന്നൊരു മറുപടി ഉണ്ട്. വേദപുസ്തകത്തിൽ അധികവും നോ എന്നുള്ള മറുപടിയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ യേശുവിനേക്കാൾ കൂടുതൽ ഇടുന്ന നോയാണ് പല കാര്യങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീ. നോ. യേശു ക്രിസ്തുവിനെക്കാട്ടി വലിയ പുള്ളികൾ വെൺമണിയിലുണ്ടോ, പുന്തലയുണ്ടോ, കുമ്പനാട്ടുണ്ടോ, കോട്ടയത്തുണ്ടോ? നിങ്ങൾ കൈപൊക്കാൻ എന്താണെന്ന് എനിക്കറിയാം. ഇവിടെ നിൽക്കുന്നുണ്ട് അച്ഛൻ. നോ, ഏസാക്കി നിർത്തി ഞങ്ങൾ പൊക്കോളാം അച്ഛ. ചെട്ടിമുക്കിന് വരെ പോയാൽ പോരാ, ഏത് വേണേ ഏസാക്കി തരുവച്ച. പഴയ അംബാസഡറെ പോയാൽ ബെൻസെ തിരിച്ചു വരാൻ വെച്ച. എന്തെല്ലാം വികൃതിത്തരങ്ങളാണ് ഈ കേരളത്തിൽ അടിച്ചുവിടുന്നത്. ഇപ്പോൾ ഇപ്പോൾ ടി വിയിൽ പ്രഭാഷണം നടക്കുമ്പോൾ തന്നെ വേദനയുള്ള ഭാഗത്ത് ഒരു കൈ വെക്കുക, മറ്റേ കൈ ടി വിയിൽ വെക്കുക, നിങ്ങൾ സുഖമാകാൻ പോവാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇളകി മറിയുകയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പക്കളിയല്ല. ദൈവം നോ പറഞ്ഞാൽ അത് നോയായിട്ട് അംഗീകരിക്കണം. നിങ്ങൾ സഭ മാറിയതുണ്ടോ, കൂട്ടായ്മ മാറിയതുണ്ടോ, കൂടുതൽ ദിവസം ഉപവസിച്ചുണ്ടോ, ദൈവത്തെ മാറ്റാമെന്ന് വിചാരിക്കരുത്. ഗോഡ് ഈസ് അൺചേഞ്ചിങ് ഗോഡ്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവത്തിന് മാറാൻ സാധിക്കുമോ? നമുക്കാണ് മാറ്റം സംഭവിക്കേണ്ടത്. പ്രയർ ചേഞ്ചസ് മാൻ, പ്രയർ ഡസ് നോട്ട് ചേഞ്ച് ഗോഡ്. പ്രാർത്ഥന ദൈവത്തെ മാറ്റുന്നില്ല, പ്രയർ ചേഞ്ചസ് മാൻ. പ്രാർത്ഥിക്കുന്നവനെയാണ് മാറ്റേണ്ടത്. ഈവൻ പ്രയർ ഡസ് നോട്ട് ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്. നിന്റെ സാഹചര്യങ്ങളെ മാറ്റണമെന്നില്ല. ആ സാഹചര്യം നേടത്തക്കൊണ്ട് നിന്നെ മാറ്റും. മാറ്റം സംഭവിക്കേണ്ടത് ആർക്കാണ്? പ്രാർത്ഥിക്കുന്നവർക്കാണ്. സത്യത്തിൽ വലിയ മാറ്റം ഇല്ലാത്തത് ആർക്കാണ്? നമുക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥനയുടെ നീളം പലതും കുറയ്ക്കായിരുന്നു, ഇല്ലേ? നമ്മൾ ദൈവത്തെ കൊണ്ട് ജയിക്കാനിരിക്കുകയാണ്. ദൈവത്തെ കൊണ്ട് നമ്മൾ ജയിപ്പിക്കും. ചിലടത്ത് എന്നാൽ പ്രസംഗിക്കാൻ സമയമില്ല. പ്രാർത്ഥന ഈയിടെ ഒരിടത്ത് വന്നപ്പോൾ 7 പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ട് ചിരട്ട പാറയിട്ട് ഉരയ്ക്കുന്ന പോലെ ഞാനിരുന്നങ്ങ് ഉറങ്ങി. 1.25 മണിക്കൂർ മധ്യസ്ഥ പ്രാർത്ഥന. കാരണം അങ്ങ് നീട്ടുകയാണ്. ഇങ്ങനെ ഒറീസ വഴി വന്ന് ഇപ്പം സിറിയ വഴിയൊക്കെ ഒന്ന് കറങ്ങി വരുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോകത്തില്ല. കോട്ടയത്ത് നമ്മുടെ ഒരു പുള്ളി, കോട്ടയത്തല്ല, നമ്മുടെ ഒരു പള്ളിയിലെ ഒരു അപ്പച്ചൻ റിട്ടയർഡാണ്. ഇപ്പോൾ എടവ മിഷനിലാണ്. റിട്ടയർ ചെയ്തോടെ സംഘടനയാണ് എടവ മിഷൻ. റിട്ടയർ ചെയ്യുന്നതിന് മുമ്പേ മേശയുടെ അടിയിലായിരുന്നു കൈ. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പം കൈയൊക്കെ ഞാൻ പൊക്കി. പ്രൈസ് ദി ലോർഡ്. ആത്മീയത്തിലാണ്. 3 നേരം പ്രാർത്ഥിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. 3ാമത്തെ നിലയിലാണ് പ്രാർത്ഥനാമുറി. സ്വർഗത്തോടടുത്ത മുറി നോക്കി വെച്ചേക്കുകയാണ്. എൻ്റെ മോനെയും കൊണ്ട് അപ്പച്ചൻ വീട്ടിൽ വന്നു. കൊച്ചുമോൻ, ഈ മകൻ്റെ കുഞ്ഞാണ്. മകൻ കുവൈറ്റിലാണ് കുടുംബമായിട്ട്. അവരുടെ മോൻ കോട്ടയം MT സെമിനാരി പഠിക്കുന്ന കുഞ്ഞാണ്, ബോർഡിങ്ങിൽ. ഓണത്തിൻ്റെ അവധിക്ക് വല്യപ്പച്ചൻ ലോക്കൽ ഗാർഡിയൻ വിളിച്ചുകൊണ്ട് വന്നാണ്. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പച്ചൻ പ്രാർത്ഥിക്കും, കർത്താവേ നീ മറിയേക്കെന്താ വീട് കൊടുക്കാത്തെ, അതിന് ശക്തിയില്ല പ്രാർത്ഥിക്കുന്നത്. ആരായി മറിയെന്നറിയാമോ? 3ാമത്തെ നിലയിൽ നോക്കിയാൽ മറിയയുടെ വീട് കാണാം. അപ്പച്ചൻ്റെ ഇടവയപ്പെട്ടൊരു അമ്മച്ചി തന്നെയാണ്, വിധവയാണ്. താഴെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലാണ് താമസം. 3 സെൻറ്റ് സ്ഥലത്ത് വീട് വെച്ച്, കൊച്ചൊരു വീട് വെച്ച് താമസിക്കാൻ പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പച്ചൻ്റെ വീട് തൂത്തും തുടച്ച് ആ മറിയ രക്ഷപ്പെടുന്നത്. 2-3 മക്കളെ വളർത്തണം, പഠിപ്പിക്കണം, കഷ്ടപ്പെട്ടാണ്. ഇത് കാണുമ്പോൾ അപ്പച്ചൻ അങ്ങ് നെഞ്ചുവേദന. കർത്താവേ മറിയേക്കെന്താ വീട് കൊടുക്കാത്തെ, അതിന് ശക്തിയില്ല. ഇവനിങ്ങനെ മറിയ കേട്ട് അങ്ങ് മടുത്തു. 3ാമത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പച്ച പ്രാർത്ഥന നിർത്തിക്കുക, ആ പേഴ്സ് ഇങ്ങോട്ട്, ഇപ്പം ഞാൻ മറിയയ്ക്ക് വീട് കൊടുത്തേച്ചു വരാമെന്ന്. എന്നിട്ട് അപ്പച്ച മറിയ പ്രാർത്ഥന നിർത്തി. നമ്മൾ ഈ പേഴ്സ് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്താൽ എന്തുമാത്രം കുറയ്ക്കായിരുന്നു പ്രാർത്ഥനയുടെ നീളം.
നമ്മൾ ദൈവത്തെ കൊണ്ട് ജയിപ്പിക്കാനിരിക്കുകയാണ്. പ്രയർ ചേഞ്ചസ് മാൻ. പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനെ മാറ്റും. നോ പറഞ്ഞാൽ അത് നോയായിട്ട് അംഗീകരിക്കണം. പിന്നെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. മൂന്നാമത്തെ ആൻസറാണ് ഡിലേഡ് ആൻസർ. വെയിറ്റ്. ദൈവത്തിൻ്റെ സമയത്തെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ, നമ്മുടെ സമയത്ത് പ്രവർത്തിക്കത്തില്ല. ചിലർക്ക് ഉടനെ പ്രവർത്തിക്കണം, ദൈവത്തിന് മുമ്പിൽ കയറി ഓടുകയാണ്. അങ്ങനെ സാറാ ഓടിയതാണ് ഇപ്പോൾ വലിയ പ്രശ്നമായേക്കുന്ന ലോകത്തിൽ. സാറാ ഒരു ഓട്ടം ഓടിയത്. അബ്രഹാമിൻ്റെ ദൈവം എന്ന് പറഞ്ഞ സന്തതി എത്താൻ സാറായിക്ക് ഉടനെ വേണം, എളുപ്പമാർഗത്തിൽ ക്രിയ ചെയ്യുക. അങ്ങ് പോയി അതാണ് ലോകത്തിൻ്റെ തലവേദന. ആണ് ദൈവം കാത്തിരിക്കണമെന്ന്. യഹോവയെ കാത്തിരിക്കണം. അവരുടെ ചുമ്മാ ഓടി നടക്കരുത്. ദൈവത്തെ സമയം കണ്ണുനീർ തുരുത്തിയിലാക്കി വെക്കുന്നവനായ ദൈവം തക്ക സമയത്ത് മറുപടി തരും. സമയമായിട്ടില്ല, നിങ്ങൾ സമാധാനിക്കണം, വിശ്വസിക്കും. സമയത്ത് ദൈവം തരും. അതാണ് എസ്തേറിന്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ സമയമാണ് ശരിയായ സമയം, അത് അംഗീകരിക്കണം. ഡിലേഡ് ആൻസർ. നാലാമതൊരു ആൻസർ ഡിഫറൻ്റ് ആൻസർ, വ്യത്യസ്തമായ ഉത്തരം. നമ്മൾ ഓറഞ്ച് ചോദിക്കുമ്പോൾ ആപ്പിൾ തരുന്ന ദൈവം. ദൈവത്തിനറിയാം ഇപ്പോഴത്തെ ഓറഞ്ചൊക്കെ ഇങ്ങനെ മരുന്ന് കുത്തിയതാണ്, അതുകൊണ്ട് തൽക്കാലം ആപ്പിൾ തന്നെ. പൗലോസ് അതാ ചോദിച്ചത്. ഒരിക്കലും ആപ്പിൾ ചോദിച്ചു ദൈവത്തോട്, എൻ്റെ ജഡത്തിലെ ശൂലം മാറ്റണം. കർത്താവ് പറഞ്ഞു തൽക്കാലം ഒരു ഓറഞ്ച് തിന്ന്, എൻ്റെ കൃപ നിനക്ക് മതി. അതുകൊണ്ട് വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ തരുന്നവനായ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. 2016 ക്രമീകൃതമായ കുടുംബ പ്രാർത്ഥന തുടങ്ങുമെന്ന് തീരുമാനിക്കണം, രാവിലെയും വൈകിട്ടും. രണ്ടാമത്തെ നമ്മുടെ ഉറക്കം വചനത്തിന് മുൻപാകെയുള്ള ഉറക്കം. യൂത്തിക്കോസ് മർത്താമാക്കാരനാണ്. എവിടെ പ്രസംഗം ഉണ്ടെങ്കിലും കേൾക്കാൻ പോകും, എന്നിട്ട് അങ്ങ് ഉറങ്ങാം. നമുക്ക് ദൈവത്തിൻ്റെ വചനവും നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും വേദപുസ്തകം വായിച്ചു തീർത്ത എത്ര പേരുണ്ട് ഇവിടെ? ചാകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം വേദപുസ്തകം വായിക്കണ്ടേ? ദൈവത്തിന്റെ വചനം നമ്മുടെ സ്വന്തം ഭാഷയിൽ ലഭിച്ചിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുന്നവർ മരിച്ചവരല്ലേ? വേദപുസ്തകം ക്രമീകൃതമായി വായിക്കും. ഒരു മാസികയൊക്കെ വരുത്തണം, വേദപുസ്തകം പഠിക്കണം. എവിടെ അച്ഛാ സമയം ഇതിനൊക്കെ അല്ലേ? സമയമില്ല അച്ഛാ. 600 ചാനലച്ചാ പുന്തല തുറന്നേക്കുന്നത്. അച്ഛൻ്റെ പത്തനംതിട്ട പോലല്ല അച്ഛാ. 600 ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. 600 ചാനൽ തുറന്നപ്പം 2 ചാനൽ അടഞ്ഞുപോയി. 600 ചാനൽ നമ്മുടെ വീടുകളിൽ തുറന്നപ്പോൾ 2 ചാനൽ അടഞ്ഞുപോയി. പണ്ട് നമ്മൾ VBSC പഠിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ കാണും ഞാൻ യേശുരാജനെ, പ്രാർത്ഥനയിൽ കാണും ഞാൻ യേശുരാജനെ, ഞാൻ കാണും നിശ്ചയം. വേറെ ചാനൽ ബൈബിൾ തുറന്ന് കാണും ഞാൻ യേശുരാജനെ, ബൈബിൾ തുറന്ന് കാണും ഞാൻ യേശുരാജനെ, ഞാൻ കാണും നിശ്ചയം. ഈ 2 ചാനൽ അടഞ്ഞു, 600 ചാനൽ തുറന്നു. നമ്മുടെ പിള്ളേർക്ക് യേശുരാജനെ ഒഴിച്ച് ബാക്കി എല്ലാം അറിയാം. വേദപുസ്തകത്തിലേക്ക് മടങ്ങണം, ബാക്ക് ടു ദ ബൈബിൾ. അതുകൊണ്ട് വചനം ധ്യാനിക്കണം, ഒരു തീരുമാനമെടുക്കണം. ഞാൻ വേദപുസ്തകം വായിക്കും, ക്രമീകൃതമായ നോട്ട് വെച്ച് ഞാൻ വേദപുസ്തകം പഠിക്കും. ദൈവത്തിൻ്റെ വചനം പഠിച്ചില്ലെങ്കിൽ നമ്മളെ സാത്താൻ പാറ്റിക്കളയും. മൂന്നാമത്തെ ഉറക്കം കൂട്ടായ്മയിലുള്ള ഉറക്കം. അത് ആ ശിഷ്യന്മാരുടെ ഉദാഹരണം തന്നെ മതിയല്ലോ. ഗെത്സമനാ തോട്ടത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പോയവർ ഉറങ്ങിപ്പോയി. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? വേദന പങ്കുവെക്കണം. ഞാൻ എല്ലായിടത്തും ചോദിക്കാറുണ്ട്, നമ്മുടെ സേവികാ സംഘത്തിലാണോ കൂട്ടായ്മയുടെ സ്പിരിറ്റ് ഉള്ളത്, അതോ അയൽക്കൂട്ടങ്ങളിലാണോ? നമ്മുടെ ഇടവക മിഷനിലാണോ കൂട്ടായ്മയുടെ സ്പിരിറ്റ് ഉള്ളത്, അതോ കുടുംബശ്രീകളിലാണോ? നമ്മൾ 3 പേര് കൂടി ആ 4-ാമതൊരാളുടെ കുറ്റം പറഞ്ഞേച്ച് പോകുന്നതല്ലാതെ നമ്മളൊരു അന്യോന്യം പങ്കുവെക്കുന്നവരാണോ? വേദന പങ്കുവെക്കുന്നവരാണോ? ഒരു കുതിര വലിക്കുന്ന വണ്ടിയിൽ 4 ടൺ ഭാരം കയറ്റാം. 2 കുതിരയെ കെട്ടിയാൽ 8 ടൺ അല്ല 16 ടൺ ഭാരം കയറ്റാം. ഇതാണ് കൂട്ടായ്മയുടെ അദൃശ്യ ശക്തി. ഒരുമിച്ച് വളരണം. നമ്മുടെ അയൽപക്കക്കാരെയൊക്കെ അയൽപക്കത്തോട് നോക്കാറുണ്ടോ? അയൽപക്കക്കാരെയൊക്കെ അറിയാവോ? അയൽപക്കത്തോട് നമ്മൾ നോക്കും എപ്പോഴാ? ഇന്നലെ നോക്കുള്ളൂ, കറണ്ട് പോകുമ്പോൾ അല്ലേ? കറണ്ട് പോകുമ്പോൾ ആദ്യം നോക്കുന്ന അയൽപക്കത്തോടാണ്. അവരുടെ പോയോന്നറിയാനാണ്. പോയില്ല എന്തൊരു വെപ്രാളോ നമുക്ക്. അല്ലെ കേബിള് പോകണം, നിങ്ങളുടെ പോയോടി എന്നറിയാൻ വേണ്ടി. അല്ല, നമ്മളും അയൽപക്കം നല്ല ബന്ധമുണ്ട്. ഒരു കൂട്ടായ്മയുടെ സ്പിരിറ്റ് ഉണ്ടോ? കാറേ വരുമ്പോൾ അവരെ കൂടെ കയറ്റിക്കൊണ്ട് വരുമോ? പള്ളി വരുമ്പോഴേ ഞാൻ കണ്ണടച്ചിട്ട് വൈപ്പറടിയാണ് എന്നുണ്ടോ? എന്തോ ഒരു വൈപ്പറടിയും കയറി കണ്ണടച്ചിരിക്കുക. കണ്ണ് തുറന്നു മതി പള്ളി നിൽക്കുന്നത്. പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അടച്ചാൽ മതി. വൈപ്പറടി ഇച്ചിരി കുറഞ്ഞാലും വേണ്ടിയല്ല, വേദന പങ്കുവെക്കണം. എന്നാലേ സഭ വളരെയുള്ളൂ. ഇപ്പോൾ മാർത്തോമാ സഭ കേരളത്തിൽ വളരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം? ഒരു കാലത്ത് മാർത്തോമാ സഭയുടെ വലിയ വലിയ ഇടവകയുടെ ചുറ്റുപാടുകൾ കൊച്ചു കൊച്ചു സാറ്റലൈറ്റ് ഇടവകളുണ്ടായിരുന്നു. ഞാൻ ആനപ്രാമ്പായി പ്രവർത്തിച്ചിരുന്നു. അതിൻ്റെ ചുറ്റുപാട് 4 ദളിത് ഇടവകളുണ്ട്. അവിടെ കൊയ്യാനും മെതിക്കാനും വന്ന പാവപ്പെട്ടവർ നമ്മുടെ അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ സാക്ഷ്യം കേട്ട് വിശ്വാസത്തിൽ വന്നാണ്. ഇപ്പോൾ ഒരെണ്ണം വരുന്നുണ്ടോ? കൂട്ടായ്മയില്ല. ഉണരണം. 4-ാമത്തെ കൂട്ടരാണ് വിശുദ്ധിയോടെ ജീവിതം കാസൂക്ഷിക്കുന്നത്. സക്കറിയാ പ്രവചനം 9-ാം അധ്യായം 14-ാമത്തെ വാക്യം. സക്കറിയ 9:14.
യഹോവയായ കർത്താവ് ഒരു തെക്കൻ ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷനാകും. യഹോവ അവർക്ക് മേൽ പ്രത്യക്ഷ. യഹോവയായ കർത്താവ് ഒരു തെക്കൻ ചുഴലിക്കാറ്റിൽ വരും. വീശുവാൻ പോകുന്ന ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിന്റെ പ്രത്യേകത എന്താണ്? ചുഴലിക്കാറ്റ് ഒരു വേർപാടിന്റെ കാറ്റാണ്. ചുഴലിക്കാറ്റ് വീശുമ്പോൾ ഭാരമുള്ളതും ഭാരമില്ലാത്തതും തമ്മിൽ വേർതിരിക്കപ്പെടും. കർത്താവിന്റെ വരവിങ്കിൽ ഇങ്ങനെ വലിയൊരു വേർപാട് സംഭവിക്കുമെന്ന് സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് വരുമ്പോൾ ഇടയൻ ആടുകളെ വേർതിരിക്കുന്നത് പോലെ ഒരു വേർപാടുണ്ടാകും. അന്ന് രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ സ്വീകരിക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. എന്നെ കേൾക്കുന്ന പുന്തല നിവാസികളെ, വിശ്വാസികളെ, നാം ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് വരാതിരിക്കാൻ ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം എന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവിന്റെ രക്ഷയുടെ അനുഭവക്കാരായി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. കർത്താവിന്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. ക്രിസ്മസ്. കർത്താവ് എന്തിനാണ് വന്നത്? ലോകത്തെ രക്ഷിക്കുവാനാണ്. യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് സഭയെന്ന് പറയുന്നത്. സഭയുടെ ദൗത്യം എന്താണ്? യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുക, ലോകത്തെ ഒരുക്കുക. ആ ഒരു വലിയ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ജീവിതം വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കുന്നുണ്ടോ? ഈ രാത്രി കർത്താവിന്റെ മടങ്ങി വരവുണ്ടായാൽ ഞാൻ അവനോട് എടുത്തുകൊള്ളപ്പെടുന്നൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ നിന്റെ നിത്യത എവിടെ കഴിയും? എന്റെ ചോദ്യമല്ല, കർത്താവിന്റെ ചോദ്യമാണ്. ഞാൻ പേടിപ്പിക്കാൻ ചോദിച്ചതല്ല. ഒരുങ്ങിയിട്ടുണ്ടോ? വളരെ മനോഹരമായ ദേവാലയം നിങ്ങൾക്കുണ്ട്. വളരെ അനുഗ്രഹിയുടെ ശുശ്രൂഷ ഇവിടെ നടക്കുന്നു. ഒരുങ്ങിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷയുടെ അനുഭവത്തിലാണോ? ഈ രാത്രി കർത്താവ് വന്നാൽ ഞാൻ അവനോട് എടുത്തുകൊള്ളപ്പെടും. ഇതുവരെയും ആ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ 2016 ആദ്യത്തെ ആഴ്ച അവസാനിക്കുകയാണല്ലോ. ഈ കൺവെൻഷൻ സമാപിക്കുന്ന ഈ രാത്രി നമുക്കൊരു തീരുമാനത്തിന്റെ രാത്രിയായി തീരുമോ? മരിച്ച അവസ്ഥയിൽ നിന്ന്, മരിക്കാറായ അവസ്ഥയിൽ നിന്ന്, ഉറങ്ങുന്ന അവസ്ഥ ഉണർന്നെഴുന്നേറ്റ് ജീവിതം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്ന ദൈവവേദനായി ഞാൻ ജീവിക്കും. കർത്താവിന്റെ വരവെങ്കിൽ ചുഴലിക്കാറ്റ് വീശുമ്പോൾ, ഏലിയാവും ഏലിശായും കൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ചുഴലിക്കാറ്റ് വീശി ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആ ചുഴലിക്കാറ്റ് വീശുവാൻ സമയമായിരിക്കുന്നു. ഒരുങ്ങിയിട്ടുണ്ടോ? എങ്ങോട്ടാണ് യാത്ര? നിങ്ങൾക്കിതാ ഒരു അവസരം കൂടെ ലഭിച്ചിരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഇടപെടുന്നു. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ഇനിയുള്ള യാത്ര ദൈവത്തോടെ ആയിരിക്കട്ടെ. ഏത് സമയത്ത് കർത്താവ് വന്നാലും കാഹളം മുഴങ്ങുമ്പോൾ എതിരേൽക്കുന്ന വിശുദ്ധരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും എന്ന് അവരവർ തീരുമാനിക്കണം. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനിയുടെ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് രാവിലെ 11 മണിക്ക് പത്രക്കാരൻ ചോദിച്ചു, തിരുമേനി ഇപ്പം മരിച്ചാൽ എന്തോ പറ്റും, എന്തോ ചെയ്യും? രാവിലെ 11 മണിക്ക് പത്രക്കാരൻ ചോദിച്ചാണ്, ഇപ്പം മരിച്ചാൽ എന്തോ? തിരുമേനി വളരെ കൂളായിട്ട് പറഞ്ഞു, സഹോദര, ഞാൻ ഇന്നത്തെ എൻ്റെ പ്രഭാത ഭക്ഷണം കഴിച്ചത് വത്തിക്കാൻ കൊട്ടാരത്തിൽ നിന്നാണ്. ഇപ്പോൾ 11 മണിയായല്ലോ. ഇപ്പോൾ ഞാൻ മരിച്ചാൽ എൻ്റെ ഉച്ചഭക്ഷണം ആകുമ്പോഴേക്കും ഞാൻ യേശുവിൻ്റെ അടുത്തെത്തും. എൻ്റെ ഉച്ചഭക്ഷണം യേശുവിനോടുകൂടെ ആയിരിക്കും. പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം ഇപ്പോൾ മരിച്ചാൽ നാളത്തെ നമ്മുടെ പ്രഭാത ഭക്ഷണം യേശുവിനോടുകൂടെ ആയിരിക്കണം. ഒരുങ്ങണം. നമ്മുടെ പാപബന്ധനം എന്ന് വിടുതൽ പറയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഏതെങ്കിലും പാപബന്ധനത്തിലാണ് നാം കഴിയുന്നതെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നുവെങ്കിൽ അതൊരു പക്ഷേ വലിയ പാപമായിരിക്കണമെന്നില്ല, ലിസ്റ്റിൽ കൊണ്ട പാപമായിരിക്കണമെന്നില്ല. ഏത് പാപമായാലും ദൈവത്തിന്റെ ആത്മാവ് ഒരു കുറവുണ്ട് എന്ന് നമ്മളെ ഓർപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവസ്ഥാനിൽ ഏറ്റു പറയാം, കർത്താവെ, മരിച്ച അവസ്ഥയിൽ നിന്ന് എന്നെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവെ, എന്നെ ജീവിപ്പിക്കണമേ. ചാകാറായ അവസ്ഥയിൽ നന്ദിയില്ല, ദൈവത്തെ മറന്നാണ് ജീവിക്കുന്നത്. കർത്താവേ, എനിക്ക് നീ എന്നെ സഹായിക്കണമേ. ഉറങ്ങുന്ന അവസ്ഥയിലായി പോയിട്ടെങ്കിൽ ഉണർന്നിരുന്നു, കർത്താവേ, നിന്റെ വരവിന് വേണ്ടി എന്നെ ഒരുക്കണമേ. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥാനിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിന്റെ ശീലുകൾ പാടി നമ്മുടെ ജീവിതങ്ങളെ ദൈവസ്ഥാനിലേക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ വരവിങ്കിൽ ലജ്ജ കൂടാത്ത മുഖത്തോടെ അവൻ എതിരേൽക്കുന്ന വിശുദ്ധരുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകുന്ന ഉറപ്പ് ലഭിച്ചവരായി ഈ പന്തൽ വിട്ടുപോകുവാൻ എല്ലാവർക്കും സാധിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ദൈവം നമ്മളെ വീണ്ടെടുത്തത്, ഏകജാതനായ പുത്രനെ നൽകി വീണ്ടെടുത്തത് ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് പാരമ്പര്യം നമുക്ക് പറയാനുണ്ടായിരിക്കാം. ഒരു കാലം നമ്മൾ ആത്മീയ ഉണർവിലായിരുന്നിരിക്കാം. കാലപ്പഴക്കം കൊണ്ട് അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ ആ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ, ഈ രാത്രി ഒരു തീരുമാനത്തിന്റെ രാത്രിയായി തീരട്ടെ. എൻ്റെ ജീവിതം വിശുദ്ധിയോടെ ഞാൻ കാസൂക്ഷിക്കും. കർത്താവിന്റെ വരവെങ്കിൽ അവനെ എതിരേൽക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനായി നിത്യയുടെ തുറമുഖത്തേക്ക് ഞാൻ യാത്ര ചെയ്യുന്നു. ആ ഒരു ഉറപ്പോടുകൂടി നമുക്ക് ഇവിടെ വിട്ടു പോകാനായിട്ട് സാധിക്കണം. ഈ പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം പിരിയും,
തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും. തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആധികൾ തീർന്നിടുവാൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പാപത്തിൽ വീണുപോയ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഉണർന്ന് ജീവിതം വിശുദ്ധിയോടെ കാസൂക്ഷിക്കും ദൈവമക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കണമേ. കർത്താവേ, നിന്റെ വരവേറ്റവും സമീപമായിരിക്കുന്ന സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ അതിനെ ഭയക്കുന്നവരായിട്ടല്ല, അതിനുവേണ്ടി ഒരുങ്ങുന്നവരായും മറ്റുള്ളവരെ ഒരുക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ കുറവുകളെല്ലാം ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. ഇന്നു മുതലൊരു പുതിയ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളിലേക്ക്